അവസരത്തിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ സൂം മീറ്റിംഗ് കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസന്മാരെ ദൈവമക്കളെ എല്ലാവരെയും വിശേഷാൽ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും പ്രത്യേകമായ വന്ദനം. എൻ്റെ നാക്കിന് ചെറിയ മുറിവുള്ളത് കൊണ്ടാണ് ഞാൻ ലീഡ് ചെയ്യാഞ്ഞത്. കർത്താവിന്റെ ദാസൻ സന്തോഷ് പാസ്റ്റർ വളരെ ഭംഗിയായി മീറ്റിംഗ് ലീഡ് ചെയ്ത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസനെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീഡിയോയിൽ കടന്നു വരാൻ കഴിവുള്ള എല്ലാവരും വീഡിയോയിൽ കടന്നു വരാനായിട്ട് ഓർപ്പിക്കുന്നു. അപ്പോൾ തന്നെ ഇന്ന് രാത്രിയിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യാനായി കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ ദാസൻ മോനച്ചൻ പാപ്പച്ചൻ തന്നെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങള് പിലാപ്പള്ളി സഭാംഗമാണ്. കർത്താവിന്റെ ദാസൻ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യമുള്ള കർത്താവ് നൽകിയ ശുശ്രൂഷയുള്ള ഒരു ദൈവ പുരുഷനാണ്. അനുഭവങ്ങളും ആത്മാവിന്റെ നിയോഗപ്രകാരമുള്ള സന്ദേശങ്ങളും നമ്മളോട് പങ്കുവെക്കുന്നതാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാൻ ദൈവസഭയ്ക്കും ദൈവദാസന്മാർക്കും എല്ലാം അനുഗ്രഹമായി നിലകൊള്ളുന്ന മോനച്ചൻ പാപ്പച്ചനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം. കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിക്കും. വീഡിയോയിൽ വരാൻ കഴിവുള്ള എല്ലാവരും ഒരു വീഡിയോയിൽ വരാനായിട്ട് ഓർപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ മോനച്ചൻ മീറ്റിങ്ങിനായിട്ട് ക്ഷണിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നല്ല നാമം ഈ രാത്രിയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോസ് ജി തേവലകര ന്യൂമ ഗോസ്പൽ വോയിസ് എന്ന സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിന്റെ വചനം അനേകരിലേക്ക് എത്തിക്കുവാൻ കോണം താൻ ഏർപ്പെട്ടിരിക്കുന്ന ഈ പ്രയത്നത്തിൽ കർത്താവ് തനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ എന്ന് ഞാൻ പ്രാരംഭമായി പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. സ്തോത്രം. ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച് ആരംഭിച്ച പാസ്റ്റർ സന്തോഷ്, അതുപോലെ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങളിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലും ഇരുന്നുകൊണ്ട് കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനം ശ്രവിക്കുവാനും പ്രാർത്ഥനയിൽ മാധ്യസ്ഥം ചെയ്യുവാനും ഈ സൂം പ്ലാറ്റ്ഫോമിൽ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. എൻ്റെ പേര് മോനച്ചൻ പാപ്പച്ചൻ എന്നാണ്. എൻ്റെ സ്വദേശം പ്ലാപ്പള്ളി അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഭാഗ്യം തന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ 18ാമത്തെ വയസ്സിൽ 1993 ജൂൺ മാസം 4-ാം തീയതി കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതുവരെ മർത്തോമ സമുദായത്തിൽ ദൈവത്തെ ആരാധിച്ചു വന്ന ഒരു വ്യക്തി ജീവിതമാണ്. ചെറുപ്രായം മുതലേ കർത്താവിനെ പള്ളിയിൽ പോയി ആണെങ്കിലും ആരാധിപ്പാനും സൺഡേ സ്കൂൾ പഠിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ദൈവം എനിക്ക് നൽകി തന്നു. എന്നാൽ ജൂൺ 4-ന് ഒരു പെന്തക്കോസ്ത് ശുശ്രൂഷയിൽ എൻ്റെ ഭവനത്തിൽ വെച്ച് തന്നെ നടന്ന ഒരു പെന്തക്കോസ്ത് ശുശ്രൂഷയിൽ എൻ്റെ ജ്യേഷ്ഠൻ എനിക്ക് മുമ്പേ വിശ്വാസത്തിൽ കടന്നു വന്നു. അങ്ങനെ വീട്ടിൽ വെച്ച ഒരു പ്രാർത്ഥനയിൽ കർത്താവായ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ എനിക്ക് ദൈവം ഭാഗ്യം നൽകി. എൻ്റെ ജീവിതത്തോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തമായും ശക്തമായും പ്രവചനാത്മാവൻ ദൈവത്തിൻ്റെ ദാസൻ അരുളപ്പാടായി അറിയിച്ചപ്പോൾ അതിൻ്റെ മുമ്പാകെ ഇത് ദൈവശബ്ദമാണെന്ന് മനസ്സിലാക്കി കീഴ്പ്പെടുകയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനെ അന്ന് തന്നെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അതിനനന്തരം ഓഗസ്റ്റ് 15-ന് 1993 ഓഗസ്റ്റ് 15-ന് കർത്താവായ യേശുക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കുവാനും അതേ വർഷം 1993 സെപ്റ്റംബർ 11-ന് സ്തോത്രം ഹല്ലേലൂയ ഒരു കാത്തിരിപ്പ് യോഗത്തിൽ കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുവാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സ്തോത്രം. തുടർന്ന് ഹല്ലേലൂയ 1994 ജനുവരി മാസത്തെ അവസാനത്തോടു കൂടെ ഞാൻ വടക്കേ ഇന്ത്യയിലേക്ക് ജോലിയോടുള്ള ബന്ധത്തിൽ കടന്നു പോവുകയും ദീർഘവർഷം വടക്കേ ഇന്ത്യയിലായിരിക്കാനും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. സ്തോത്രം ഹല്ലേലൂയ. എൻ്റെ ഏറ്റവും വലിയ അനുഭവ സമ്പത്ത് എന്ന് പറയുന്നത് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ദൈവം എന്നെ നിറച്ചതുകൊണ്ടാണ്. സ്തോത്രം. വടക്കേ ഇന്ത്യയിലേക്ക് കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയിലേക്ക് കടന്നു വന്നതിന് ശേഷം 6 മാസക്കാലം മാത്രമേ ഞാൻ നാട്ടിൽ നിന്നുള്ളൂ. ആ 6 മാസക്കാലം ആത്മീയമായ സകല അനുഗ്രഹങ്ങളും അനുഭവപ്പാൻ ദൈവസഭയോട് ചേർന്ന് കർത്താവിനെ ആരാധിപ്പാൻ അനേക മീറ്റിങ്ങുകൾ പങ്കെടുക്കുവാൻ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ദൈവവചനം കേൾക്കുവാൻ പഠിക്കുവാൻ ഒക്കെയും ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ആ മുതൽക്കൂട്ട് എനിക്ക് അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വലിയ തോതിൽ എന്നെ അനുഗ്രഹിപ്പാൻ ഇടയായി തീർന്നു. അവിടെ ചെന്ന് മേലയോടുള്ള ബന്ധത്തിൽ സുവിശേഷയോടുള്ള ബന്ധത്തിൽ അല്ലെങ്കിൽ ചുമൽ കൊടുക്കുവാൻ ദൈവം എന്നെ സഹായിച്ചു. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി അയക്കപ്പെടുന്ന സ്ഥാനത്ത് വിശ്വസ്തയോടെ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് വേലയ്ക്ക് ചുമൽ കൊടുത്തുകൊണ്ടായിരിക്കാൻ കർത്താവ് ഹല്ലേലൂയ അടിയനെയും കുടുംബത്തെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലഭിക്കപ്പെടുന്ന അവസരങ്ങളൊക്കെ കർത്താവിന് വേണ്ടി വിനിയോഗിപ്പാൻ ദൈവം തരുന്ന ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മുഖവുരയായും സാക്ഷ്യമായും കൂടുതലായി മുന്നോട്ട് പറഞ്ഞു പോകുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. അല്പനിമിഷം അല്ലെങ്കിൽ വേദ പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ധ്യാനിച്ച് നമ്മൾക്ക് അല്ലെങ്കിൽ ആ ധ്യാനത്തോടനുബന്ധിച്ച് എൻ്റെ സാക്ഷ്യം കൂടെ പറഞ്ഞു പോകുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. ഇന്ന് രാത്രിയിലത്തെ നമുക്ക് ഒരുമിച്ചുള്ള വചന
ധ്യാനത്തിനായി അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 1 ലേഖനം 5 അധ്യായം അതിന്റെ 7 വാക്യം നമുക്ക് വായിക്കാം. 1 പത്രോസ് 5:7. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ഒരിക്കൽ കൂടെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. എല്ലാവർക്കും എൻ്റെ ശബ്ദം ശ്രവ്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. എല്ലാവർക്കും കേൾക്കാമെന്ന് ഞാൻ ചിന്തിക്കട്ടെ. സ്തോത്രം. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നീതിയോടെ രാജ്യഭാരമേൽപ്പാൻ ഭൂവിൽ വേഗം വരാൻ പോകുന്ന ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ എടുത്തു വന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നൽകപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഈ വചനത്തിലൂടെ സംസാരിപ്പാൻ അടിയനെ ബലപ്പെടുത്തുമാറാകണമേ. ഏതാത്മാവിനാൽ ഈ വചനം എഴുതപ്പെട്ടു ആ ആത്മാവിന്റെ ആഴത്തിൽ ഇറങ്ങി കർത്താവിന്റെ വചനത്തെ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ തരുമാറാകണമേ. കർത്താവെ, ഞങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്തത്, ഞങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തത് അറിയിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഞങ്ങളോട് ഹല്ലേലൂയ ആമേൻ ഇഷ്ടം തോന്നുന്നുവെങ്കിൽ അടിയന്റെ നാവിലൂടെ അത് ദൈവജനത്തെ അറിയിക്കണമേ. കേൾക്കുന്ന ജനത്തിന് അത് അനുഗ്രഹത്തിന് നിദാനമായ തീരുവാന്റെ കൊണ്ട് സ്വർഗം ഇടയാക്കുമാറാകണമേ. കർത്താവെ, ദൈവീയ അല്ലെങ്കിൽ വചനത്തിന്റെ ആഴങ്ങളും അതിന്റെ മർമ്മങ്ങളും ഇന്ന് രാത്രിയിലും ഞങ്ങളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവസനിൽ ഞങ്ങളെ താഴ്ത്തുന്നു, അടിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ ധന്യനാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. സ്തോത്രം. അല്ലെങ്കിൽ നമ്മൾക്ക് ഏവർക്കും വളരെ സുപരിചിതമായ വേദ ഭാഗമാണ് ഇന്ന് രാത്രി ശുശ്രൂഷയ്ക്കായി വായിച്ചത്. അപ്പോസ്തലനായ പത്രോസ് യേശുക്രിസ്തുവിന്റെ ശക്തനായ ശിഷ്യന്മാരിൽ ഒരാളാണ്. AD 65-ലും 66-ലുമായിട്ട് താൻ 2 ലേഖനങ്ങൾ എഴുതുവാൻ ഇടയായി തീർന്നു. AD 65-ൽ ഈ 1-ാം ലേഖനവും AD 66-ൽ 2-ാം ലേഖനവും താൻ എഴുതുവാനായിട്ട് ഇടയായി തീർന്നു. അവൻ അനേകം ആത്മീയ വചനത്തിന്റെ ആത്മീയ ഭാഷ്യത്തിന്റെ കാതലായ ഭാഗങ്ങൾ താൻ എഴുതി ചേർത്തിട്ട് 5-ാം അധ്യായം 7-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ പറയുന്നു: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. സ്തോത്രം. ഒന്ന്, കരുതുന്ന ദൈവം. അതുകൊണ്ട് നമ്മുടെ ചിന്താകുലങ്ങൾ അവന്റെ മേലേക്ക് ഇട്ടുകൊടുക്കുവാനായിട്ട് ആഹ്വാനം ചെയ്യുകയാണ്. സ്തോത്രം. എന്നെ വളരെ സന്തോഷിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, ഇങ്ങനെ ഒരു വാക്യം എഴുതുവാൻ പത്രോസിനോളം അനുഭവ സമ്പത്തുള്ള മറ്റൊരു ശിഷ്യനുണ്ട് എന്ന് അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് അല്ലെങ്കിൽ ചിന്തിപ്പാൻ കഴിയത്തില്ല. അവന് കരുതുന്നതായ ദൈവത്തിന്റെ കരുതലുകളെ വിവിധ സാഹചര്യങ്ങളിൽ പത്രോസ് അനുഭവിച്ചറിയുവാൻ കോണം ഇടയായി തീർന്നു. നാം ഓരോരുത്തരും ഓരോ ദിനങ്ങളിലും നമ്മെ വിളിച്ച നാൾ മുതൽ ഇന്നുവരെ കർത്താവിന്റെ കരുതലുകളും കൃപകളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അത് ഓരോന്നോരോന്നായി വിവരിപ്പാൻ നമ്മൾക്ക് ഒരുപക്ഷെ സമയം അവൻ ലഭിച്ചു എന്ന് വരികയില്ല, തികഞ്ഞു എന്ന് വരികയില്ല. എന്നാൽ ഇവിടെ പത്രോസ് പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ സകല ചിന്താകുലവും അവന്റെ മേലേക്ക് ഇട്ടുകൊള്ളുവിൻ. ഞാൻ വേഗത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. പത്രോസിന്റെ ജീവിതം എടുത്തു പഠിക്കുമ്പോൾ പത്രോസിനു വേണ്ടി കരുതിയ ഒരുപാട് സന്ദർഭങ്ങൾ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒന്നാമതായി അല്ലെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പത്രോസിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ യേശു കർത്താവ് കടന്നു എന്ന് അവന്റെ ഭവനത്തിൽ ഒരു രോഗസൗഖ്യം ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 38-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു സിനഗോഗിലെ ശുശ്രൂഷ കഴിഞ്ഞ് ആമേൻ സ്തോത്രം തന്റെ ഭവനത്തിലേക്ക്, ശീമോന്റെ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഗലീലയിലെ കഫർനഹൂം എന്ന നഗരത്തിൽ അല്ലെങ്കിൽ പട്ടണ ആ ഗ്രാമത്തിൽ ആ ഫിഷിംഗ് പോയിന്റിൽ സ്തോത്രം ജീവിക്കുന്ന ഈ പത്രോസിന്റെ ഭവനത്തിലേക്ക് യേശു കടന്നു ചെല്ലുകയാണ്. യേശു അവിടെ കടന്നു ചെല്ലുമ്പോൾ പത്രോസ് ക്ഷണിച്ചിട്ടാണോ ചെല്ലുന്നത്, അതോ യേശു ശുശ്രൂഷാനന്തരം പത്രോസിന്റെ ഭവനം ഒന്ന് സന്ദർശിച്ച് പോകാമെന്ന ആഗ്രഹത്തോടെ ചെല്ലുകയാണോ എന്ന് സ്തോത്രം അവിടെ എഴുതിയിട്ടില്ല. ആമൻ. എന്നാൽ അവിടെ ചെല്ലുമ്പോ സ്തോത്രം പത്രോസിന്റെ അമ്മ കഠിന ജ്വരത്താൽ ഭാരപ്പെട്ട് വലഞ്ഞ് ഭവനത്തിൽ കിടക്കുകയാണ്. സ്തോത്രം. നമുക്കറിയാം, മുക്കുവനായ പത്രോസിന്റെ ജീവിതത്തിൽ സാമ്പത്തികമായ നന്മകളോ അതിന്റെ ഉയർച്ചകളോ അങ്ങനെയുള്ള അനുഭവങ്ങളോ ഒന്നുമില്ല. ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ കാലയളവിൽ ജീവിക്കുന്ന കേവലം സാധാരണക്കാരനായ ഒരു മുക്കുവനായ ഈ പത്രോസിന്റെ ജീവിതത്തിൽ അന്നന്ന് ലഭിക്കുന്ന നന്മ കൊണ്ട് ഉദരസന്ധാരണം നടത്തുന്ന അല്ലെങ്കിൽ ജീവിത സന്ധാരണം നടത്തുന്ന സാധാരണക്കാരനായ ഈ മനുഷ്യൻ തന്റെ അമ്മയ്ക്ക് കഠിന ജ്വരം പിടിച്ചു കിടന്നിട്ടും വിശ്വഗുരന്മാരാൽ, ഡോക്ടർമാരാൽ നല്ലൊരു
ട്രീറ്റ്മെന്റ് ഒരുപക്ഷെ കൊടുക്കുവാൻ സാധിക്കാതെ ഭവനത്തിലായിരിക്കുന്ന അവസ്ഥയിലാണ് ആമേൻ നമ്മുടെ കർത്താവായ നമ്മുടെ രക്ഷിതാവായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തു ആ ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത്. യേശു മുന്നമേ അറിഞ്ഞിരിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആമേനുടെ സംഭവം തന്റെ ഭവനത്തിലുണ്ട്. അത് തന്നെ അല്ലെങ്കിൽ വളരെ അലട്ടിക്കൊണ്ടിരിക്കുന്നു, ഒരു വലിയ ചിന്താഭാരമായി തന്റെ മുമ്പിൽ നിൽക്കുന്നു. ഈ ചിന്താഭാരത്തിൽ നിന്ന് ആമേനുടെ ഈ അനുഭവത്തിൽ നിന്ന് പത്രോസിനെ വിടുവിക്കണമെന്നുള്ള ആഴമായ ആഗ്രഹത്തോടെ യേശു ഒരുപക്ഷെ ശുശ്രൂഷ കഴിഞ്ഞ് സിനഗോഗിലെ ശുശ്രൂഷ കഴിഞ്ഞ് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അവിടെ കടന്നു ചെല്ലുമ്പോ ആമേനുടെ മാതാവ് രോഗിയായി അവിടെ കിടക്കുകയാണ്. എഴുന്നേൽപ്പാൻ പോലും കഴിയാതെ കഠിനമായ ജ്വരത്താൽ അല്ലെങ്കിൽ ബാധിക്കപ്പെട്ട് അവിടെ കിടക്കുന്നു. അവിടെ യേശു കടന്നു ചെന്നപ്പോൾ പലരും യേശുവിനോട് അപേക്ഷിച്ചു, യേശുവേ അല്ലെങ്കിൽ അങ്ങ് ഈ മാതാവിനെ സൗഖ്യമാക്കണം. അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് എന്താണ്? അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അപേക്ഷ ആമേൻ യേശു കേൾക്കുമെന്നുള്ള ഒരു വിശ്വാസം അവിടെയുള്ള ജനങ്ങൾക്ക്, അവിടെയുള്ള അല്ലെങ്കിൽ മറ്റു പ്രിയമുള്ളവരുണ്ടായിരുന്നു. ആമേൻ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയുടെ സ്കോപ്പ് അവിടെ വെളിപ്പെടുത്തുകയാ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ മധ്യസ്ഥം ചെയ്ത് പ്രാർത്ഥിച്ചാൽ, യേശുവിനോട് അപേക്ഷിച്ചാൽ, ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളാൽ ആമേൻ ദൈവമായ കർത്താവ് നാം ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അവരുടെ വിഷയത്തിന്റെ മുഖത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുവാൻ ദൈവം ശക്തനാണെന്ന് ആമേൻ നാം വിശ്വസിക്കുന്നത് പോലെ അന്ന് അവിടെയായിരുന്ന ആ പ്രിയമുള്ളവർ വിശ്വസിച്ചു. യേശുവിനോട് ഇക്കാര്യം പറഞ്ഞാൽ ആമേൻ യേശുവിന് ഈ മാതാവിനെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന ആഴമായ വിശ്വാസം അവിടെ കൂടി വന്നവരിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ അവർ ദൈവത്തോട് യേശുവിനോട് ഈ കാര്യം അല്ലെങ്കിൽ ആവശ്യപ്പെട്ടു. ആമേൻ യേശു അല്ലെങ്കിൽ ആമേൻ കുനിഞ്ഞ് ആ മാതാവിനെ നോക്കി കഠിനമായ ജ്വരത്തെ ശാസിച്ചു. ആമേൻ തൽക്ഷണം യേശുവിന്റെ ആമേൻ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടുള്ള ഹീലിംഗ് അവിടെ വെളിപ്പെട്ടു. ആ ജ്വരത്തിന്റെ കഠിനത പാടെ വിട്ടുമാറി. അല്ലെങ്കിൽ ആ മാതാവ് എഴുന്നേറ്റ് ആമേൻ യേശുവിനെയും കൂടെയുള്ള ശിഷ്യന്മാരെയും ശുശ്രൂഷിച്ചതായി നാം അവിടെ കാണുന്നു. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. അങ്ങനെയെങ്കിൽ പത്രോസിന്റെ ജീവിതത്തിൽ യേശുവിന്റെ കരുതൽ താൻ ആഴമായി കണ്ട, വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞ, എക്സ്പീരിയൻസ് ചെയ്ത അനുഭവമായിരുന്നു ആമേൻ തന്റെ അമ്മാവിയമ്മയുടെ കഠിന ജ്വരത്തിൽ നിന്നുള്ള മോചനം. അന്ന് ആ നിമിഷം തന്നെ ആമേൻ യേശു കർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ആ മാതാവിന് കഴിഞ്ഞു. അവിടെ അല്ലലിയ കൂടി വന്ന യേശുവിന്റെ ശിഷ്യന്മാരായ പത്രോസ് അടക്കം ആമേൻ മറ്റു പ്രിയമുള്ളവരെ ശുശ്രൂഷിക്കുവാൻ ആ മാതാവിന് കഴിഞ്ഞു. ഇന്ന് രാത്രി ഈ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ആത്മാവിൽ ഞാൻ ഒരു ആലോചനയായി പറയട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ശാരീരികമായ ബലഹീനതകളൂടെ അവൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രയാസങ്ങൾ, വേദനകൾ, അവൻ അതിനൊരു പരിഹാരമില്ലാതെ ആയിരിക്കുന്നുണ്ടെങ്കിൽ ആ പരിഹാരമില്ലാത്ത അനുഭവം എന്ത് തന്നെ ആയിരുന്നാലും അത് യേശുവിനോട് പറഞ്ഞ, യേശുവിന്റെ മുൻപിലേക്ക് കൊണ്ടുവന്ന, യേശു നമ്മെ നല്ലവണ്ണം അറിയുന്നവനാകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി കരുതുന്നവനാകൊണ്ട്, അവൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാകൊണ്ട് ആ വിഷയത്തെ തമ്പുരാന്റെ കരത്തിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമോ അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, ഗിലെയാദിലെ സുഗന്ധ തൈലം പൂശി സൗഖ്യമാക്കുന്നവനാണ്, ആണിപ്പഴുതേറ്റ കരം തൊട്ട് ആമേനെ വിടുവിക്കുന്നവനാണ്, ആമേനെ സൗഖ്യമാകാ എന്ന് കൽപ്പിക്കുന്നവനാണ്. ആ ദൈവത്തിന്റെ കരം ഇന്ന് രാത്രി ചലിപ്പാനിടയായി തീരും. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, വിശ്വാസത്തോടെ പറ, എന്റെ വിഷയത്തിന്റെ മുഖത്ത്, എന്റെ രോഗാതുരമായ അനുഭവത്തിന്റെ മുഖത്ത്, എന്റെ വേദനയുടെ മുഖത്ത് എന്നെ സൗഖ്യമാക്കുക, എന്നെ വിടുവിപ്പ എന്റെ യേശുവിന്റെ കരം ഈ തരുണത്തിൽ, ഈ നിമിഷത്തിൽ ഒന്നെന്റെ ശരീരത്തിൽ വെളിപ്പെട്ട് വരണമെന്ന് ആര് പ്രാർത്ഥിക്കുമോ, ആരെല്ലാം പ്രാർത്ഥിക്കുമോ അവരുടെ ജീവിത വിഷയത്തിന്റെ മുഖത്ത് മറുപടി തരുക എന്റെ യേശു ശക്തനാണെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. അത്ഭുതകരമായ രോഗസൗഖ്യങ്ങളും അതിന്റെ അവസ്ഥകളും ഹല്ലേലൂയ അടയാളമായി പ്രത്യക്ഷമായ ശരീരത്തിൽ ഇന്ന് രാത്രി വെളിപ്പെടേണ്ടതിന് യേശുവിനോട് പ്രാർത്ഥിക്കുന്നു. നമ്മൾക്ക് മധ്യസ്ഥം ചെയ്ത് പ്രാർത്ഥിക്കാം. അവൻ രോഗത്തിന്റെ അനുഭവങ്ങൾ അവൻ പാടെ മാറിപ്പോകട്ടെ, വേദനയുടെ അനുഭവങ്ങൾ പാടെ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. കർത്താവിന്റെ ദാസൻ ജോസ് ജി പാസ്റ്ററുടെ അവൻ നാമിൽ മേൽ വ്യാപരിക്കുന്ന ആ വേദനയുടെ അനുഭവങ്ങൾ ഈ തരുണത്തിൽ, ഈ നിമിഷത്തിൽ, ഈ രാത്രി, ഇപ്പോൾ തന്നെ ആമേൻ, ഇൻ ദി നെയിം ഓഫ് ജീസസ്, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, പരിപൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എന്റെ ദൈവം ശക്തനാണ്, നമ്മുടെ ദൈവം ശക്തനാണ്. അവൻ കരുതുന്ന ദൈവമാ. നമ്മുടെ ശാരീരികമായ ബലഹീനതകളിൽ നമുക്ക് തുണ നിൽക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം. ഹല്ലേലൂയ. നാം ആരും ഹല്ലേലൂയ ആമൻ ഉടഞ്ഞു പോകാതിരിക്കുന്നത്, നാം ആരും ഹല്ലേലൂയ ശാരീരികമായി തകർന്നു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ കരുതലാ. പ്രിയമുള്ളവരെ, ആ കരുതൽ എനിക്കും നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഉണ്ട്. ആ കരുതലിന് ഒരു കോട്ടവും സംഭവിക്കുന്നില്ല. അവൻ നമ്മെ കരുതുന്നു, അവൻ നമുക്കായി കരുതുന്നു. ആകയാൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമോ? സമാധാനത്തിന്റെ ദൈവം, ആമേൻ, ആശ്വാസത്തിന്റെ ദൈവം, സൗഖ്യദായകനായ യേശു, ആമേൻ, അതിലെ സുഗന്ധ തൈലം പൂശി നമ്മെ ഇന്ന് രാത്രി സൗഖ്യമാക്കുക, നമ്മുടെ വിഷയത്തിന്റെ മേൽ പ്രവർത്തിക്കുക. ആമേൻ. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ കഠിന ജ്വരത്തെ അല്ലെങ്കിൽ മാറ്റുവാനുണ്ട് ദൈവത്തിന്, ആമേൻ, ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു. ആകയാൽ നമുക്ക് വിശ്വസിക്കാം, എന്റെ ദൈവം നമുക്ക് വേണ്ടി, നമുക്ക് ഏവർക്കും വേണ്ടി അത്ഭുതം ചെയ്യുക ഇന്ന് രാത്രിയും അവൻ മതിയായവനാണെന്ന് ഉറക്കെ വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഇത് ഹല്ലേലൂയ പത്രോസിന്റെ ജീവിതത്തിൽ ഒന്നാമതായി വെളിപ്പെട്ട ദൈവികമായ ഹല്ലേലൂയ കരുതലിന്റെ അനുഭവമാണ്. ആമേൻ, സ്തോത്രം. രണ്ടാമതായി ഹല്ലേലൂയ സ്തോത്രം, അതോടുള്ള ബന്ധത്തിൽ തന്നെ ഹല്ലേലൂയ സ്തോത്രം നാം ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ടോ? ഞാനിപ്പോ പറഞ്ഞു, പത്രോസ് എന്ന വ്യക്തി ജീവിതം അല്ലെങ്കിൽ സാമ്പത്തികമായി ഔന്നത്യത്തിൽ നിൽക്കുന്നവനല്ല. ആമേൻ, സ്തോത്രം. അവൻ ഡെയിലി അല്ലെങ്കിൽ വേജസ് കൊണ്ട് അല്ലെങ്കിൽ അവൻ ദിവസേനയുള്ള അധ്വാനം കൊണ്ട് കുടുംബം പുലർത്തുന്നതായ ഒരു വ്യക്തി ജീവിതമാണ് ഈ മനുഷ്യൻ. അല്ലെങ്കിൽ ആമേൻ, സ്തോത്രം, പള്ളിയിൽ പോകുന്നവനാണ് അവൻ. അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ പള്ളിയിൽ പോയി അവൻ ദൈവത്തെ ആരാധിക്കുന്നവനും കൂടെയാണ്. എന്നാൽ അവൻ പള്ളിയിൽ പോകുന്നവനാകെ കൊണ്ടും അല്ലെങ്കിൽ അവൻ പള്ളിയുമായി ബന്ധമുള്ളത് കൊണ്ടും യേശു അവനെ സ്നേഹിച്ചുകൊണ്ടും പള്ളിയിൽ സ്തോത്രം കൊടുക്കേണ്ടതായ ആമേ സ്തോത്രം ഒരു ഹല്ലേലൂയ കടം വീട്ടുവാൻ പത്രോസിനെ യേശു സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. നമുക്കത് വായിക്കാം. നമുക്ക് മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ഹല്ലേലൂയ പത്രോസിനെ ആമേ സ്തോത്രം അല്ലെങ്കിൽ ദൈവം ആമേ സഹായിക്കുന്ന, യേശു സഹായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആമേൻ. പത്രോസിനോട് ഹല്ലേലൂയ സ്തോത്രം പള്ളിയിലെ കരം പിരിക്കുന്നവർ, അവിടെ അല്ലെങ്കിൽ എഴുതിയിരിക്കുന്നത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ കരം പിരിക്കുന്നവരെന്നാണ്. അത് പള്ളിയോടുള്ള ബന്ധത്തിൽ ആണ്, ടെമ്പിളിനോടുള്ള ബന്ധത്തിലാണ്. ആമേൻ. നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് പത്രോസിനോട് ചോദിച്ചതിന് എന്ന് അവൻ പറഞ്ഞു, കൊടുക്കുന്നുണ്ട് എന്ന് അല്ലെങ്കിൽ പറയുവാനായിട്ട് ഇടയായിത്തീരുന്നു. 2 ദ്രഹ്മപ്പണം, ദ്വിദ്രഹ്മപ്പണം, അതാണ് ആ പള്ളിയിൽ കൊടുക്കേണ്ടത്. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് ജീവിക്കുന്ന നമുക്ക് അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കേണ്ട മാസവരിയെന്നോ പിടിയേരിയെന്നോ ഒക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ അന്ന് ആ പള്ളിയിൽ കൂടി വരുമ്പോൾ പള്ളിയുടെ അല്ലെങ്കിൽ നടത്തി ആവശ്യമായ ഒരു കരം നികുതി കൊടുക്കേണ്ടിയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രോസും കൊടുത്തിട്ടില്ല. പത്രോസും കൊടുക്കാതിരിക്കുന്ന സാഹചര്യമാണ്. പത്രോസിന്റെ അമ്മാവിയമ്മ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയി കിടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സൗഖ്യമാകപ്പെട്ടു. ഇനി നാളുകളിൽ അവൾക്ക് അല്ലെങ്കിൽ ഒരു രോഗം വരികയോ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയോ ചെയ്യാം. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പള്ളിയിൽ കൊണ്ടുപോയി അടക്കണമെങ്കിൽ പള്ളിയിലെ ഡ്യൂസ് എല്ലാം തീർത്തേ പറ്റത്തുള്ളൂ. ഒരു വിവാഹമോ മരണമോ വരുമ്പോ പള്ളിയിലെ കുടിശ്ശിക തീർക്കാതെ ആ ചടങ്ങുകൾ നടക്കുവാൻ പള്ളി പ്രമാണികൾ അനുവദിക്കാറില്ല. അത് നമുക്കറിയാവുന്ന ആമേൻ സത്യങ്ങളാണ്. അങ്ങനെ ഒരു സാഹചര്യം പത്രോസിന്റെ ജീവിതത്തിൽ ഉടലെടുക്കുകയാണ്. ആമേൻ. താൻ ഹല്ലേലൂയ സ്തോത്രം ആമേൻ ആൾക്കാരം കൊടുത്തിട്ടില്ല. ആമേൻ സ്തോത്രം. അല്ലെങ്കിൽ അമ്മാവിയമ്മ പ്രായമുള്ള സഹോദരിയാണ് അല്ലെങ്കിൽ മാതാവാണ്. അങ്ങനെ ഇരിക്കെ ആ മാതാവിന്റെ അല്ലെങ്കിൽ മരണം ആമേൻ സ്തോത്രം ആസന്നമായാൽ അല്ലെങ്കിൽ പള്ളിയിൽ കൊടുക്കേണ്ട നികുതി കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു ശവസംസ്കാരം നടത്തുവാൻ സാധ്യമാകയില്ല എന്നൊക്കെ തനിക്കൊരു ചിന്താഭാരം മുന്നിലുണ്ട്. ആമേൻ സ്തോത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അല്ലെങ്കിൽ സ്തോത്രം ടാക്സ് മേടിക്കുന്നവർ, ഈ ടാക്സ് കളക്ടേഴ്സ് യേശു അല്ലെങ്കിൽ നിങ്ങളുടെ ഗുരു ദ്വിദ്രഹ്മപ്പണം കൊടുക്കുന്നില്ലയോ എന്ന് തന്നോട് ചോദിക്കുന്നത്. അതൊരു അകവാള് വിട്ടുന്നത് പോലെ തന്റെ ഉള്ളിൽ വലിയൊരു ഭാരമായി അല്ലെങ്കിൽ ഉരുത്തിരിയുവാൻ ഇടയായിത്തീർന്ന് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ താൻ അല്ലെങ്കിൽ ചിന്താഭാരത്തോടെ വേദനയോടെ അല്ലെങ്കിൽ ഭവനത്തിൽ വരുമ്പോൾ അഥവാ യേശുവിന്റെ അടുക്ക വരുമ്പോ യേശു ചോദിക്കുന്നു, ശീമോനെ, ഞാൻ നിന്നോടൊന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഭൂമിയിലെ അല്ലെങ്കിൽ ഭൂമിയിലുള്ളവർ കരം കൊടുക്കുന്നത് സ്തോത്രം ആർക്കാണ്? അവിടെ ആ അല്ലെങ്കിൽ സംഭാഷണം അങ്ങനെ നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഉത്തരങ്ങളൊക്കെ അവിടെ പറഞ്ഞു. അപ്പോ അല്ലെങ്കിൽ എന്നാൽ സ്തോത്രം പുത്രന്മാർ അല്ലെങ്കിൽ ഒഴിവുള്ളവരല്ലയോ എന്ന് യേശു പറഞ്ഞു. യേശു ദൈവപുത്രനാണെന്ന സത്യം അവിടെ വിളിച്ചു ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. എന്നാൽ അല്ലെങ്കിൽ സ്തോത്രം മറ്റുള്ളവർ യേശുവിനെ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാതിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊരു ഇടർച്ച ഉണ്ടാകണ്ട എന്ന് കരുതി യേശു പത്രോസിനോട് പറയുന്നു. പത്രോസ് മുക്കുവനാണല്ലോ. പത്രോസിനോട് പറയുന്നു, നീ അല്ലെങ്കിൽ വേഗം അല്ലെങ്കിൽ നിന്റെ ചൂണ്ടയും എടുത്ത് കടലിൽ പോയി
പോയി ചൂണ്ടലെറിയുക, ചൂണ്ടലിടുക, ആദ്യം കിട്ടുന്ന മീനിനെ എടുക്കാൻ പറഞ്ഞു. ആമേ സ്തോത്രം. അതിന്റെ വായ തുറക്കുമ്പോ ആമേൻ ഒരു ദ്രഹ്മപ്പണം കാണും, അല്ലെങ്കിൽ ഒരു പണം കാണും, ഒരു കോയിൻ കാണും. അതെടുത്ത് അല്ലെങ്കിൽ കൊണ്ടുവന്ന് നീ എനിക്കും നിനക്കും വേണ്ടി കൊടുക്കാൻ യേശു പറഞ്ഞു. പത്രോസ് പോയി ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ചൂണ്ട എറിഞ്ഞു. ആമേൻ ഹല്ലേലൂയ ആദ്യത്തെ മീൻ തന്നെ ആ വലയിൽ കൊത്തി, അവന്റെ അല്ലെങ്കിൽ ചൂണ്ടയിൽ കൊത്തി. വായ തുറന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ പത്രോസ് കണ്ട് ആശ്ചര്യചകിതനായി തീർന്നു. എന്താണ്? അല്ലെങ്കിൽ ചതുർദ്രഹ്മപ്പണം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ 2 into 2 ഹല്ലേലൂയ 4 ഹല്ലേലൂയ 2 പേർക്ക് കൊടുക്കാനുള്ള, 2 പേരുടെ നികുതി ഒരുമിച്ച് അടയ്ക്കുവാനുള്ള ഒരൊറ്റ പണം ഹല്ലേലൂയ മത്സ്യത്തിന്റെ വയറ്റിലാക്കി വെച്ച് ആമേൻ തന്റെ ചിന്താഭാരമാകുന്ന ഈ ടാക്സിനെ ഹല്ലേലൂയ ഒടുക്കുവാനൊക്കെ വേണം യേശു ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിപ്പാനൊക്കെ വേണം ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അല്ലെങ്കിൽ താൻ എത്ര ദിവസം അധ്വാനിച്ചാലും ഒരുപക്ഷെ ഈ പെട്ടെന്ന് ഇങ്ങനെ ഒരു ടാക്സ് അടയ്ക്കുവാൻ കഴിയുമെന്ന് വരികയില്ലായിരുന്നു. എന്നാൽ അന്നേ ദിനം അല്ലെങ്കിൽ തന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതകരമായ വിടുതലുകൾ എന്റെ യേശു വെളിപ്പെടുത്തി. അധികം ാനിക്കേണ്ടി വന്നില്ല, അധികം ഓടേണ്ടി വന്നില്ല. മത്സ്യത്തിന്റെ വയറ്റിലേക്ക്, മത്സ്യത്തിന്റെ വായിലേക്ക് ആമേൻ യേശുവിന്റെയും ആമേൻ പത്രോസിന്റെയും അല്ലെങ്കിൽ പള്ളിക്കടം വീട്ടുവാൻ ആമേൻ സ്തോത്രം ആമേൻ അല്ലെങ്കിൽ ചതുദ്രമേ ആക്കി വെച്ച ദൈവം ഇന്ന് രാത്രി ആമേൻ നമ്മുടെയും അവസ്ഥകളുടെ മേൽ വളരെ അഭിമുഖീകരിക്കുന്ന ആമേൻ സാമ്പത്തിക പ്രതിസന്ധിയുടെ മേൽ അല്ലെങ്കിൽ ആമേൻ സാമ്പത്തിക ആമേൻ അവസ്ഥകളുടെ മേൽ പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. പ്രിയമുള്ളവരെ, വിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വാസമുണ്ടെങ്കിൽ ദൈവിക അനുഗ്രഹങ്ങൾ വെളിപ്പെടുവാൻ ഇടയായി തീരുമെന്ന് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആമേ സ്തോത്രം ഹല്ലേലൂയ. നമ്മുടെ കേരളയിൽ ഒരു സ്ഥാപനത്തിൽ മൾട്ടിനാഷണൽ കമ്പനിയിൽ അല്ലെങ്കിൽ ജോലി ആമേ സ്തോത്രം ചെയ്തു വന്നു. ആമേ 2018 മറ്റൊരു കമ്പനിയുമായിട്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. 2018 ഞാൻ വടക്കേ ഇന്ത്യ വിട്ട് അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ തുടങ്ങി. ആമേ സ്തോത്രം വർക്ക് ഫ്രം ഹോം ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ 3 വർഷത്തെ കോൺട്രാക്ട് സൈൻ ചെയ്താണ് ഞാൻ വന്നത്. അല്ലെങ്കിൽ സ്തോത്രം ഒരു വർഷമായപ്പോൾ അല്ലെങ്കിൽ കമ്പനിക്ക് പ്രതീക്ഷിച്ചത്ര ലാഭം എന്നിൽ നിന്നും ഉണ്ടായില്ല, നഷ്ടവും ഉണ്ടായില്ല. അല്ലെങ്കിൽ ഏകദേശം കോസ്റ്റ് ഡീൽസിൽ പോവുകയാണ്. അല്ലെങ്കിൽ സ്തോത്രം എന്റെ കോൺട്രാക്ട് പെട്ടെന്ന് അങ്ങേ തലക്കിൽ നിന്ന് കമ്പനിയിൽ നിന്ന് ക്യാൻസൽ ചെയ്തു. ഹല്ലേലൂയ. ഞാൻ അല്ലെങ്കിൽ നാട്ടിൽ അല്ലെങ്കിൽ വീട് പണിഞ്ഞതിന്റെ അല്ലെങ്കിൽ ഭാരിച്ച എമൗണ്ട് കടമുണ്ട്. 2 കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസ സംബന്ധമായ ആവശ്യങ്ങളുണ്ട്. ഓരോ മാസവും അല്ലെങ്കിൽ നിശ്ചിത എമൗണ്ട് അല്ലെങ്കിൽ സ്തോത്രം ചിലവുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ഒരു അല്ലെങ്കിൽ വൈതരണി, ഒരു വൈഷമ്യം എന്റെ മുമ്പിൽ കടന്നു വന്നു. ഹല്ലേലൂയ. ഞാൻ വളരെ പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ ദൈവസഭയിൽ പോയി ശനിയാഴ്ച വൈകിട്ട് സ്പെഷ്യൽ പ്രാർത്ഥന വെച്ച് ഞങ്ങൾ ചിലർ കൂടി വന്ന് ഒരുമിച്ച് ദൈവദാസനും കുടുംബവും ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമേ സ്തോത്രം. വിത്തിൻ 4 months 4 മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊരു ജോലി എനിക്ക് ഹൈദരാബാദിൽ കിട്ടുവാൻ ഇടയായി തീർന്നു. ആ ജോലി കിട്ടി. താൽക്കാലികമായ ആമേ സ്തോത്രം അല്ലെങ്കിൽ ജീവിത ചെലവുകൾ അതിലൂടെ ആമൻ നടന്നു പോകും എന്ന് അല്ലെങ്കിൽ ഒരു അനുഭവം ഉണ്ടായി. ആമൻ അവിടെ ഞാൻ ആ ജോലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്തോത്രം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സ്തോത്രം ഞങ്ങളുടെ ആമനലിയ മുമ്പിലുള്ളതായ ഞാൻ ഏത് കോൺട്രാക്റ്റിൽ നാട്ടിൽ വന്ന് നല്ല ശമ്പളം എടുത്തുകൊണ്ടിരുന്നുവോ അതിന്റെ പകുതി മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്തോത്രം അല്ലെ സ്ഥാപനത്തിൽ എനിക്ക് കിട്ടുന്നത്. സ്തോത്രം ഞങ്ങൾ അല്ലെ സാമ്പത്തികമായി വളരെ വളരെ അല്ലെങ്കിൽ കടത്തിൽ നിൽക്കുകയാണ്. വീടിന്റെ കടം വലിയ എമൗണ്ട് ആണ്. അതെങ്ങനെ മാറുമെന്നറിയില്ല, എന്ന് വീട്ടുമെന്നറിയില്ല. സ്തോത്രം ഞങ്ങൾക്ക് കടം തന്ന വ്യക്തി ഉടനെ പൈസ തിരിച്ചും ചോദിച്ചു. കാരണം ജോലി നഷ്ടപ്പെട്ടുവല്ലോ. അല്ലെങ്കിൽ 2 രീതിയിൽ ഞങ്ങൾ ഞെരുങ്ങി, അല്ലെങ്കിൽ വളരെ ഞെരുങ്ങി. അല്ലെങ്കിൽ സ്തോത്രം താൽക്കാലികമായ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി 4 മാസത്തിനുള്ളിൽ ദൈവം ജോലി നൽകിയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം ഹല്ലേലൂയ. മറ്റ് ആദ്യം കോൺട്രാക്ട് ഹല്ലേലൂയ ചെയ്തിരുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചില്ല. അദ്ദേഹവുമായിട്ടും ഹല്ലേലൂയ സംസാരിച്ചു കൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ബിസിനസിന്റെ മറ്റൊരു പാരലൽ ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഹല്ലേലൂയ വളരെ പ്രാർത്ഥിച്ചു. ആമേൻ സ്തോത്രം. ഞാൻ വീട്ടിൽ നിന്ന് ഹൈദരാബാദിലേക്ക് പോയി. എന്റെ വൈഫ് അല്ലെങ്കിൽ സ്തോത്രം നാട്ടിൽ തുടരുകയാ. അല്ലെങ്കിൽ അവർ പ്രാർത്ഥിച്ചു. അവന്റെ സഹോദരി വളരെ പ്രാർത്ഥിച്ചു. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അച്ഛനെ ഒന്ന് സഹായിക്കണം ദൈവമേ, കടം ഒന്ന് മാറണം, വീട്ടിന്റെ കടം മാറണം, അല്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പിന് ആവശ്യമായ വഴി ദൈവം തുറന്നു തരണം എന്ന് അവൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ തന്റെ മനസ്സിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ പ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. അല്ലെങ്കിൽ ഹൈദരാബാദിൽ ഞങ്ങൾ ഇരിക്കുമ്പോ അല്ലെങ്കിൽ സ്തോത്രം ഒരു രാത്രി എന്റെ അടുത്തേക്ക് ഒരു ഫോൺ വരികയാ. അല്ലെങ്കിൽ ആഫ്രിക്ക സ്തോത്രം അല്ലെങ്കിൽ ഗ്ലോറി കരീബിയൻസിലെ ഹൈറ്റി എന്ന് പറഞ്ഞ രാജ്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സഹോദരൻ ഒരു മനുഷ്യനെ വിളിക്കുകയാ. ഞാൻ ആ മനുഷ്യനെ അവന്റെ സ്ഥാപനത്തിൽ ചെന്ന് 2 തവണ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരു വാക്ക് പോലും അവനുമായിട്ട് സംസാരിച്ചിട്ടില്ല. എനിക്കറിയുമായിരുന്നില്ല അവൻ ഇംഗ്ലീഷ് സംസാരിക്കുമെന്ന്. ഹല്ലേലൂയ. എന്നാൽ അവൻ എന്നെ ഫോൺ ചെയ്തിട്ട് ചോദിക്കുന്നു, ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ എങ്ങനെ സ്തോത്രം ഒരു ഓർഡർ കിട്ടും, ഓർഡർ തരാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം ഹല്ലേലൂയ ഇത്ര കണ്ടെയ്നറിന്റെ ഓർഡറാണ്, നിനക്ക് അത് ഷിപ്പ് ചെയ്യാൻ പറ്റുമോ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു ഓക്കെ തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും.
നീ ഡീറ്റെയിൽ അയച്ചതാ, ഡീറ്റെയിൽ അയച്ചു തന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർഡർ അല്ലെങ്കിൽ മറ്റ് സപ്ലൈസിനെയൊക്കെ കണ്ടുപിടിച്ച് ഓർഡർ കൺഫേം ചെയ്തു. ഹല്ലേലൂയ, സ്തോത്രം. 10 കണ്ടെയ്നറിന്റെ ഓർഡറാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഞാൻ കൺഫേം ആയതിനു ശേഷം എന്റെ ഭാര്യയെ വിളിച്ച് വിവരം പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ഒരു ഹല്ലേലൂയ നന്മ വരുന്നുണ്ട്, ഒരു ഓർഡർ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഈ സ്തോത്രം ഇത്ര ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ നന്മ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ എന്റെ സഹോദരി അല്ലെങ്കിൽ ഭാര്യ എന്നോട് പറഞ്ഞു, അച്ചായ ഞാൻ ഇത്ര കണ്ടെയ്നർ എന്ന് പറഞ്ഞ് 10 കണ്ടെയ്നറിന്റെ ഓർഡർ അച്ചായന് കിട്ടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഹല്ലേലൂയ, അതിന് മറുപടി നോക്കണമേ. പദാനുപദമായ മറുപടി. ഞങ്ങളുടെ ബുദ്ധിമുട്ടിൽ അല്ലെങ്കിൽ ഞങ്ങളെ സഹായിക്കുക. ഒരിക്കൽ പോലും അല്ലെങ്കിൽ സംസാരിച്ചിട്ടില്ലാത്ത ഡീല് ചെയ്തിട്ടില്ലാത്ത മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് വിളിച്ച് പറയുക, 10 കണ്ടെയ്നറിന്റെ ഓർഡർ നിനക്ക് തരാൻ ഹല്ലേലൂയ ആഗ്രഹിക്കുന്നു. അവിടെയും തീർന്നില്ല. നോക്കണമേ, ആ 10 കണ്ടെയ്നർ ഡീല് ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഫുൾ പേയ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ട് തന്നെങ്കിൽ മാത്രമേ ഹല്ലേലൂയ എനിക്ക് അല്ലെങ്കിൽ അതിലെ നന്മകൾ ഫുള്ളായിട്ട് കൈപ്പറ്റാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ അങ്ങനെ ചെയ്യണമെങ്കിൽ ഹല്ലേലൂയ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് ഹല്ലേലൂയ പ്രതീക്ഷയില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലും ആ മനുഷ്യൻ പറഞ്ഞു, കുഴപ്പമില്ല, ഹല്ലേലൂയ സ്തോത്രം 10 കണ്ടെയ്നറിന്റെ ഹല്ലേലൂയ ഫുൾ പേയ്മെന്റ് 100% അഡ്വാൻസ് ആയിട്ട് തരുവാനെ കൊണ്ട് ഇടയായി തീർന്നു. നോക്കണമേ, വലിയ എമൗണ്ട് ആണ്, കോടികളുടെ ഹല്ലേലൂയ ബിസിനസ് ആണത്. ഹല്ലേലൂയ, അങ്ങനെ ആ കോടികളുടെ ബിസിനസ് ഹല്ലേലൂയ അന്ന് എന്റെ കരത്തിലേക്ക് എത്തി. ഹല്ലേലൂയ സ്തോത്രം. അത് ഹല്ലേലൂയ എല്ലാം ഹല്ലേലൂയ ഞാൻ തന്നെ ചെയ്യാൻ സാധിക്കാഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ എന്റെ മറ്റേ ഹല്ലേലൂയ മുമ്പ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്ത പാർട്ട്ണറിലൂടെ ഞാൻ കുറച്ച് ഹല്ലേലൂയ ബിസിനസ് ഡീൽ ചെയ്തു. നോക്കണമേ, പദാനുപദമായ മറുപടി ദൈവം കൊടുത്തു. സഹോദരി മുട്ടുമേലിരുന്ന് ഹല്ലേലൂയ പകലിൽ പ്രാർത്ഥിച്ചു. എങ്ങനെയെങ്കിലും കടം വീട്ടുവാൻ മാർഗമൊരുക്കണമേ. കർത്താവ് തുറന്നു, വഴി തുറന്നു. അറിയപ്പെടാത്ത ചിലരെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ മുഖപരിചയം ഉണ്ടെന്ന് മാത്രമല്ലാതെ ഒരു വാക്ക് പോലും ഉച്ചരിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനിലൂടെ അവന്റെ സുഹൃത്തിന് വേണ്ടി ഹല്ലേലൂയ അവൻ ജോലി ചെയ്ത സ്ഥാപനത്തിന് വേണ്ടിയല്ല, അവന്റെ സുഹൃത്തിന് വേണ്ടി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാൻ ഹല്ലേലൂയ ഐഡിയ പറഞ്ഞു കൊടുത്തപ്പോ അതിന്റെ ഹല്ലേലൂയ സപ്ലയറായി സാധനങ്ങൾ കയറ്റി കൊടുക്കുന്നവനായി എന്നെ ഹല്ലേലൂയ അവൻ കാണുവാനിടയായി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ എന്റെ നമ്പർ ഹല്ലേലൂയ തപ്പിയെടുത്ത് തന്നെ വിളിപ്പാനിടയായി. നോക്കണമേ പ്രിയമുള്ളവരെ, അതാണ് കർത്താവിന്റെ കരുതലെന്ന് മനസ്സിലാക്കുവാൻ കണ്ണുപടിയായി തീർന്നത്. ഹല്ലേലൂയ, അധികമാരോടൊന്നും ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിൽ ഈ വിഷയം പറയുമ്പോൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ ദൈവമക്കൾ മനസ്സിലാക്കണമേ, നമ്മുടെ വിഷയങ്ങൾ ചെറുതായാലും വലുതായാലും സ്തോത്രം ദൈവത്തിന് പരിഹരിപ്പാൻ കഴിയും. ഹല്ലേലൂയ. ആ ദൈവം പരിഹരിക്കുന്ന ദൈവമാണ്, വിടുതൽ നൽകുന്ന ദൈവമാണ്. അല്ലെങ്കിൽ പദാനുപദമായ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകി നമ്മെ ആദരിക്കുവാൻ കഴിവുള്ളവനാണ് ആ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം അന്ന് ലഭിച്ച നന്മയിലൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ കടം ഫുള്ളായിട്ട് മാറിയില്ല എങ്കിലും അല്ലെങ്കിൽ പകുതിയിൽ കൂടുതൽ മാറുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുശേഷം അല്ലെങ്കിൽ സ്തോത്രം വലിയ കടങ്ങളെ പൂർണ്ണമായി കർത്താവ് മാറ്റി തന്നു. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടുന്ന വഴികൾ യഥാവിധി കർത്താവ് തുറന്നു തരുവാൻ കൊണ്ട് ഇടയായി തീർന്നു. അവിടെ കൊണ്ടും തീർന്നില്ല കർത്താവിന്റെ കരുതൽ. അങ്ങനെ ഞാൻ ഹൈദരാബാദിൽ ജോലിയിലായിരിക്കുമ്പോൾ സ്തോത്രം 6 മാസം 7 മാസമായി ഞാൻ അവിടെ ജോലി ചെയ്തുള്ളൂ. ഗുഡ്ഗാവ് വടക്കേ ഇന്ത്യയിലെ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം എന്നെ ഫോൺ ചെയ്ത് വിളിച്ചു. അല്ലെങ്കിൽ വിളിച്ചിട്ട് സ്തോത്രം 50% കൂടുതൽ ശമ്പള വർധനയിൽ എന്നെ മടക്കി ഗുഡ്ഗാവിലേക്ക് ഹരിയാനയിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ഹല്ലേലൂയ ജോലി ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. 2018 19 ഹല്ലേലൂയ 19ന്റെ ആദ്യ ഹല്ലേലൂയ സമയത്താണ് ഹല്ലേലൂയ സ്തോത്രം ഞാൻ 19ന്റെ പകുതി ആയപ്പോഴാണ് ഞാൻ ഹൈദരാബാദിലേക്ക് പോകുന്നത്. ഹല്ലേലൂയ ഈ 19ന്റെ അവസാനമായപ്പോൾ എനിക്ക് ഡൽഹിയിൽ നിന്ന് വിളി വന്നു, ഗുഡ്ഗാവിൽ നിന്ന് ഹരിയാനയിൽ നിന്ന് വിളി വന്നു. അവിടേക്ക് ഞാൻ പോയി. ഹൈദരാബാദിലെ ജോലി രാജിവെച്ച് പോയി. പ്രൈസ് ദി ലോർഡ്. അവിടെ ചെന്ന് ജോലി ഹല്ലേലൂയ സ്തോത്രം ജോയിൻ ചെയ്തു. ഹല്ലേലൂയ 2020 മാർച്ച് കോവിഡ് കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. സ്തോത്രം. കോവിഡ് കാരണം ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച അനന്തരം ഞാൻ ഗുഡ്ഗാവിൽ ഒറ്റപ്പെട്ടു. ഒരു റൂമിൽ ഞാൻ മാത്രം. പ്രോപ്പറായിട്ടുള്ള ആഹാരമില്ല. ഫാമിലി കുടുംബം നാട്ടിൽ. സ്തോത്രം. അങ്ങനെ അല്ലെങ്കിൽ അവിടെ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ സ്തോത്രം അല്ലെങ്കിൽ ഒട്ടും അല്ലെങ്കിൽ വ്യസനിക്കുകയോ ഭാരപ്പെടുകയോ ചെയ്തില്ല. കർത്താവിന് വേണ്ടി വിട്ടുകൊടുത്തു. കർത്താവിന്റെ കരങ്ങളെടുത്ത് പോയി പണ്ടക്കൊണ്ടമിടയായി തീർന്നു. സ്തോത്രം. അല്ലെങ്കിൽ റൂമിൽ ഏകനായിരിക്കുമ്പോൾ പകൽ അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി പാട്ട് എഴുതുവാൻ കർത്താവിനെ സഹായിച്ചു. അനേകം പാട്ടുകൾ അവിടെ ഇരുന്ന് ഞാൻ എഴുതി. ദൈവകൃപയാൽ 4 പാട്ട് റിലീസ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അല്ലെങ്കിൽ ചില വരികൾ അല്ലെങ്കിൽ അവിടെ എഴുതി ചേർപ്പാൻ ദൈവം എനിക്ക് ഹല്ലേലൂയ ഭാഗ്യം നൽകി. സ്തോത്രം. ഹല്ലേലൂയ 2 വരി ഞാൻ ഇങ്ങനെ എഴുതി ചേർത്തു. കടഭാരത്താൽ ജീവിതമാകെ തകരാറായപ്പോൾ
കാരുണ്യവാൻ വഴികൾ ഒരുക്കി മാനിച്ചുവല്ലോ. കടഭാരത്താൽ ജീവിതമാകെ തകരാറായപ്പോൾ കാരുണ്യവാൻ വഴികൾ ഒരുക്കി മാനിച്ചുവല്ലോ. ആമേൻ, സ്തോത്രം. അങ്ങനെ അല്ലെങ്കിൽ വഴികൾ എഴുതി ചേർക്കുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. ആ അല്ലെങ്കിൽ ലോക്ക്ഡൌണിന്റെ 2 മാസത്തോളം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് കർത്താവിന് വേണ്ടി എഴുതുവാൻ, പാട്ടുകൾ എഴുതുവാൻ ദൈവം എന്നെ സഹായിച്ചു. സമയം പോയത് അറിഞ്ഞതേയില്ല, ഒറ്റപ്പെടൽ അനുഭവിച്ചില്ല. ആമേൻ, സ്തോത്രം. അവിടെയും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെ അവിടെ ദൈവപ്രവൃത്തി പിന്നീട് വെളിപ്പെട്ടത് അല്ലെങ്കിൽ ട്രെയിൻ അല്ലെങ്കിൽ സ്തോത്രം ആമേൻ പുറപ്പെടുവാൻ തുടങ്ങിയപ്പോൾ വേഗം ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഞങ്ങൾ കേരളത്തിലേക്ക് എത്തി. അല്ലെങ്കിൽ ഞാൻ കേരളത്തിലേക്ക് എത്തി. അല്ലെങ്കിൽ സ്തോത്രം 14 ദിവസം ഒറ്റയ്ക്ക് റൂമിൽ നാട്ടിൽ ക്വാറന്റൈനിലിരുന്നു. ആമേ, സ്തോത്രം. അതിനുശേഷം നോക്കണമേ, ആമേ, സ്തോത്രം, 1.5 വർഷക്കാലത്തോളം കേരളത്തിലെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുവാൻ പറ്റി. വടക്കേന്ത്യയിലേക്ക് പോകേണ്ടി വന്നില്ല. സ്തോത്രം. ഞാൻ ഹൈദരാബാദിൽ നിന്നിരുന്നുവെങ്കിൽ ആ ഫെസിലിറ്റി ഒരു പക്ഷേ എനിക്ക് കിട്ടത്തില്ലായിരുന്നു. കാരണം ഹൈദരാബാദിൽ അതൊരു ഫാക്ടറിയാണ്. ആ ഫാക്ടറിയോട് അനുബന്ധിച്ചുള്ള ഓഫീസാണ്. അവിടെ എൻ്റെ പ്രസൻസ് ആവശ്യമാണെന്ന് അവർ കരുതുന്നുണ്ട്. അങ്ങനെ അവർ അല്ലെങ്കിൽ തരികയില്ലായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ അവരങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടേ ഇല്ല. എല്ലാവരെയും ഓഫീസിലേക്ക് വിളിപ്പിച്ച് ഓഫീസിൽ ഇരുത്തിയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കരുതുന്ന ദൈവത്തിന്റെ കരുതൽ ഞാനും രുചിച്ചറിഞ്ഞതാണ് പറഞ്ഞത്. നമുക്ക് വേണ്ടി ദൈവം കരുതൽ, പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ സ്തോത്രം 2018 വർക്ക് ഫ്രം ഹോം വേണമെന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ സ്തോത്രം ലോകം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് കോവിഡ് അനന്തരമാണ് അങ്ങനെ ഒരു ഓപ്ഷൻ എല്ലാവർക്കും വേണ്ടി തുറന്നു കിട്ടുന്നത്. അതിന് മുൻപ് തന്നെ അങ്ങനെ ഒരു ഓപ്ഷൻ നാട്ടിലെത്തിയവനാണ് ഞാൻ. എൻ്റെ ആഗ്രഹം അതായിരുന്നു. എൻ്റെ മാതാപിതാക്കളോടൊപ്പം അവരെ വാർദ്ധക്യത്തിൽ ശുശ്രൂഷിച്ച് അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ള താല്പര്യത്തോടെയാണ്. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ പഠനം പകുതി വഴിയിൽ അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലാക്കിയിട്ട് അല്ലെങ്കിൽ ബാക്കി കേരളത്തിൽ തുടരാമെന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ കടന്നു വരുമ്പോൾ കർത്താവിന്റെ വഴി അല്ലെങ്കിൽ തികവുള്ളതായിരുന്നു. ചില താൽക്കാലികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ടു. അതിന്റെ നടുവിലും അല്ലെങ്കിൽ ദൈവം കരുതി, അല്ലെങ്കിൽ കരുതുന്ന ദൈവത്തിന്റെ കരുതലുകൾ ഇന്ന് രുചിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവർ, എൻ്റെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വന്ന നാൾ മുതൽ ഞാൻ എടുത്ത തീരുമാനങ്ങൾ അല്ലെങ്കിൽ ആമേ, സ്തോത്രം, ഒരുപക്ഷെ ദൈവം മാനിച്ചു എന്ന് അല്ലെങ്കിൽ കരുതേണ്ടിയിരിക്കുന്നു. ആമേ, സ്തോത്രം. അല്ലെങ്കിൽ ഞാൻ വർത്തമാന സമുദായത്തിൽ നിന്നാണ് വിശ്വാസത്തിലേക്ക് വന്നത് ഞാൻ പറഞ്ഞുവല്ലോ. ഞാൻ വചനം അല്ലെങ്കിൽ കേൾക്കുന്ന മാത്രയിൽ ഓരോ വചനത്തിന്റെ മുമ്പാകെയും എന്നെ തന്നെ സമർപ്പിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ദേവദാസൻ ദശാംശം പൂർണ്ണമായി കൊടുക്കണമെന്ന് ആരുടെ പ്രസംഗിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ആ വചനം ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് കിട്ടുന്ന ജോലിയുടെ ദശാംശം കൃത്യമായി, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന വേതനത്തിന്റെ ദശാംശം കൃത്യമായി ഞാൻ വേർതിരിക്കും. അല്ലെങ്കിൽ നാട്ടിൽ ട്യൂഷൻ പഠിപ്പിച്ച് ചില മാസങ്ങളായിരുന്നപ്പോൾ അവിടെ കിട്ടിയ തുച്ഛമായ വരുമാനത്തിന്റെയും കൃത്യമായ ദശാംശം അന്ന് പാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. വടക്കേ ഇന്ത്യയിൽ ചെന്ന് അല്ലെങ്കിൽ ആമേ, സ്തോത്രം, അല്ലെങ്കിൽ 1994 കേവലം 800 രൂപയ്ക്കാണ് ഞാൻ ജോലിക്ക് കയറുന്നത്. അന്നും അല്ലെങ്കിൽ അതിന്റെ കൃത്യമായ ദശാംശം പാസ്റ്ററുടെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. ആമേ, സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ ദീപാവലിക്ക് ബോണസ് കിട്ടുകയാണെങ്കിൽ ബോണസിന്റെ ദശാംശം ഞാൻ കൃത്യമായി ദശാംശമായി കർത്തൃദാസന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരുന്നു. ഹല്ലേലൂയ. ആമേൻ. അന്നും ഇന്നും അതിനൊരു മുടക്കവും വരുത്തിയിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം. കൃത്യമായി ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി എന്നിൽ നിക്ഷിപ്തമായ ദൈവത്തിന്റെ ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് എനിക്ക് ദൈവം മുടക്കം നന്മയ്ക്കൊന്നും വരുത്തിയില്ല. താൽക്കാലികമായ ചില പ്രയാസങ്ങൾ നേരിട്ടെങ്കിലും അതിനപ്പുറമായി ആമൻ മഹത്വം അഗോചരമായ വഴികളെ ദൈവം തുറന്നു തരുവാനിടയായി തീർന്നു. അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നതിലും ും അപ്പുറമായി എന്റെ ദൈവം എന്നെ നടത്തി. ഹല്ലേലൂയ. ഞാൻ ഒരിക്കൽ പോലും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വ്യക്തിയല്ല. അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ എന്റെ വീട്ടിൽ വന്ന ആൾക്കാർ അല്ലെങ്കിൽ ഡൽഹിയിലെ ഏജന്റ് വന്നു പോയി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് അല്ലെങ്കിൽ ഗൾഫിലേക്ക് പോകണ്ട, ഞാൻ ഇന്ത്യൻ ജോലിക്കാരനായിരുന്നാൽ മാത്രം മതി, അതാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞു. സാമ്പത്തികമായ നന്മയെ ഞാൻ അല്ലെങ്കിൽ സ്തോത്രം അവഗണിക്കുകയല്ല. അന്ന് അല്ലെങ്കിൽ എന്റെ ചെറുപ്രായത്തിൽ വിവാഹം കഴിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സാമ്പത്തികമായ നന്മയെ കുറിച്ചോ അല്ലെങ്കിൽ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്നാൽ അല്ലെങ്കിൽ കർത്താവ് എനിക്ക് വേണ്ടി കരുതിയ വഴികൾ അല്ലെങ്കിൽ ഒരുക്കിയ വഴികൾ അല്ലെങ്കിൽ വളരെയാണ്, പ്രിയമുള്ളവരെ. ആമേ, സ്തോത്രം. ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അവന്റെ ജോലിയിൽ അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ നേരിട്ടപ്പോൾ ഹല്ലേലൂയ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഇന്ത്യയിൽ നിന്ന് എത്ര അല്ലെങ്കിൽ അധ്വാനിച്ചാലും ഒരുപക്ഷെ ഒരു എഴുമ്പേറ്റം ഉണ്ടാകത്തില്ല, വിദേശത്തൊന്ന് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹിച്ചു. അല്ലെങ്കിൽ ഒരുപാട് ട്രൈ ചെയ്തു, എങ്ങും അല്ലെങ്കിൽ ചാൻസുകളൊന്നും കിട്ടിയില്ല. അവസാനം ഒരു അല്ലെങ്കിൽ ചാൻസ് എനിക്ക് വന്നു, ആഫ്രിക്കയിലെ സുഡാനിലേക്ക് പോകുവാൻ. അല്ലെങ്കിൽ 2000 സ്തോത്രം 4 അല്ലെങ്കിൽ ഞാൻ 2 വർഷത്തെ കോൺട്രാക്റ്റിന് ആഫ്രിക്കയിലെ സുഡാനിലേക്ക് പോയി. അവിടെ ചെന്നത് ദൈവത്തിന്റെ അല്ലെങ്കിൽ നിയോഗമായിരുന്നു. അവിടെ ചെന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി നിൽപ്പാനിടയായി. അവിടെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുവാൻ, കർത്താവിന്റെ വേല സ്റ്റാർട്ട് ചെയ്യുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. അവിടെ ഒരു ആരാധനാലയം അല്ലെങ്കിൽ ആമേ, സ്തോത്രം ആരംഭിപ്പാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേലെ പകർന്നു. ആമേ, സ്തോത്രം. അടിയൻ അല്ലെങ്കിൽ ഞങ്ങൾ 3 പേര് ബന്ധക്കോസ്തുകാരായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങൾ 3 പേര്
വ്യക്തി ബോംബെയിൽ നിന്നായിരുന്നു, ഒരു വ്യക്തി സ്തോത്രം അല്ലലിയ രണ്ടുപേരും നാട്ടിൽ നിന്നായിരുന്നു. ഒന്ന് ഞാനും അല്ലലിയ ഞങ്ങളുടെ അടുത്ത് പൂയപ്പള്ളിയിലുള്ള മറ്റൊരു IPC സഹോദരനും, ഞങ്ങൾ 3 പേരും അല്ലലിയ വെള്ളിയാഴ്ച റൂമിൽ മുട്ടുമടക്കി ഞങ്ങൾ അല്ലലിയ ആരാധന അല്ലലിയ അവിടെ നടത്തി. 1-2 ആരാധന കഴിഞ്ഞപ്പോൾ മറ്റു ബോംബെയിലുള്ള സഹോദരൻ ഒരു ചെറിയ മടുപ്പ് പോലെ തോന്നിയിട്ട് അവൻ അല്ലലിയ മറ്റൊരു അല്ലലിയ ആരാധനാലയം തേടിപ്പോയി. അവിടെ തേടിച്ചെന്ന് അല്ലലി പോയപ്പോ അവിടെ അല്ലലിയ 2 മലയാളികളെ വേറെ കണ്ടു. അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് അവിടെ ഇംഗ്ലീഷ് ആരാധനയിൽ തുടർന്ന് താല്പര്യമില്ല. അപ്പോൾ ഈ ബ്രദർ പറഞ്ഞു, വരൂ നമുക്ക് നമ്മുടെ റൂമിൽ ആരാധിക്കാം എന്ന് പറഞ്ഞ് വിളിച്ചു. ഞങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവന്നു. 2 പേരായി അല്ലലി 4 പേരായി 6 പേരായി അല്ലലി ഞങ്ങളുടെ ക്യാമ്പിലുള്ള മലയാളികളെ എല്ലാം കൂടി വരുത്തി ഞങ്ങൾ ആരാധന ആരംഭിച്ചു. അല്ലലിയ സ്തോത്രം ആരാധന അവിടെ ആരംഭിപ്പാൻ അല്ലലിയ ആഫ്രിക്കയിലെ അല്ലലിയ സുഡാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു അല്ലലിയ ആരാധന ആരംഭിപ്പാൻ ദൈവം ഭാഗ്യം നൽകി. അല്ലലിയ സ്തോത്രം. ഞാൻ അല്ലലി 1 വർഷം കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോൾ അല്ലലിയ കർത്തൃദാസൻ ടീച്ചർ ഷമൽ സാർ അവരെ പോയി കണ്ടു. അല്ലലി അദ്ദേഹം എന്നെ അല്ലലിയ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അല്ലലിയ ഇടയന്റെ കോലെന്ന പുസ്തകം മേടിച്ചുകൊണ്ട് പോയി വായിച്ച് അല്ലലിയ സ്തോത്രം പഠിക്കുവാൻ പറഞ്ഞു. ആ പുസ്തകം വായിച്ചുകൊണ്ട് മേടിച്ചുകൊണ്ട് ഞാൻ മടങ്ങിപ്പോയി. അല്ലലിയ സ്തോത്രം. പ്രിയമുള്ളവരെ, അവിടെ ചെന്ന് അല്ലലി ചില മാസങ്ങളിലൂടെ ഞാൻ പിന്നെ അവിടെ നിന്നുള്ളൂ. അല്ലലി സുഡാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി ഓഫ് ഗോഡ് എന്ന അല്ലലി നാമത്തിൽ ആ ചർച്ച അവിടെ പ്ലാൻ ചെയ്ത ശേഷം അല്ലലിയ ഒരു ഇറ്റാലിയൻ സ്കൂളിന്റെ റൂമിലേക്ക് ആരാധന മാറ്റിയ അനന്തരം അല്ലലി കർത്താവ് എന്നെ മടക്കി വരുത്തി. അല്ലലിയ സ്തോത്രം. ഞാൻ വീണ്ടും ഡൽഹിയിലേക്ക് മടങ്ങി വന്നു. അല്ലലി എന്റെ 2 വർഷത്തെ കോൺട്രാക്ട് ഞാൻ അവിടെ നിന്നില്ല. അല്ലലി 1.5 വർഷം കഴിഞ്ഞ് അല്ലെ 1 വർഷവും അല്ലലി 2-3 മാസം കൂടെ കഴിഞ്ഞ് ഞാൻ മടങ്ങി ഡൽഹിയിലേക്ക് പോയി. അത് കർത്താവ് എന്റെ ജീവിതത്തിലേക്ക് ചെയ്ത ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു, ഒരു വലിയ വഴിത്തിരിവായിരുന്നു. മിസ്രയീമിൽ എന്റെ ദാസനെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത് പോലെ കർത്താവിനെ മടക്കി കൊണ്ടുവന്നു. അപ്പോൾ അല്ലലി അവിടുത്തെ ആരാധന തുടർന്നുകൊണ്ടേയിരുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലലിയ അതിന് ഞാൻ അവിടുന്ന് വിട്ടുവന്നതിന് ശേഷം അല്ലലിയ അവിടെയുള്ള ദൈവമക്കൾ അല്ലടി അന്ന് സുഡാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലി എന്ന് പേര് കൊടുക്കുന്ന നാലടിയ അവസ്ഥയിൽ ആ പേരിനോട് ഒബ്ജക്ഷൻ പറഞ്ഞ ഒരു സഹോദരൻ അല്ലടി ചർച്ച് ഓഫ് ഗോഡ് വിശ്വാസിയാണ്. ഞാൻ അല്ലടി അവിടുന്ന് വിട്ടുപോകുന്നതിന് ശേഷം അദ്ദേഹം ആ ചർച്ച് ഓഫ് ഗോഡുമായിട്ട് ലയിപ്പിച്ചു. അതിനുശേഷം ഈ ഇവാഞ്ചലിക്കൽ അല്ലടിയ പള്ളി നിൽക്കുന്ന ഇവാഞ്ചലിക്കൽ അല്ലടി ചർച്ച് നിൽക്കുന്ന അവിടെ പോയി അല്ലടി ഒരു ചർച്ച് കണ്ടെത്തി ആരാധന കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ഞാൻ മടങ്ങി വന്നത്. അവിടെ തന്നെ അല്ലടി ഒരു ഈ പെന്തക്കോസ്റ്റ് ആരാധനയ്ക്ക് വേണ്ടി ഒരു അല്ലടിയ സ്തോത്രം ഭാഗം അവർ കൊടുത്തു, ഒരു ലാൻഡിന്റെ പോർഷൻ അവർ കൊടുത്തു. അവിടെ ഒരു ചർച്ച് അവരെ സ്തോത്രം അല്ലലിയ ബിൽഡ് ചെയ്യുവാൻ കൊണ്ടമിടയായി തീർന്നു. ആ രാജ്യം ഇപ്പോൾ അല്ലടി അധപതനത്തിന്റെ വക്കിലാണ്. അവിടെ അല്ലടി വളരെ കലാപകല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ആ രാജ്യം അല്ലടിയോ അങ്ങനെ ഒരു വലിയ അവിടുന്ന് ഇന്ത്യക്കാരെല്ലാം മടങ്ങി വരുവാനിടയായി. ആ അല്ലടിയ സ്തോത്ര ബിൽഡിംഗ് അവിടെ നിൽക്കുവാൻ കൊണ്ടമിടയായി. അതിന്റെ പിന്നിലും അല്ലടിയ എനിക്ക് അവിടെ കിട്ടുന്ന അന്ന് കിട്ടിയിരുന്ന അല്ലലിയ സ്തോത്രം അല്ലടി തുച്ഛമായ അല്ലടി ശമ്പളത്തിന്റെ ദശാംശം ഞാൻ വേർതിരിച്ചു വെച്ചു. അല്ലേലുയ സുഡാനിലെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു വെച്ചു. ഞാൻ അല്ലടിയ സ്തോത്രം 1.25 വർഷം കഴിഞ്ഞ് അല്ലടി നാട്ടിൽ മടങ്ങിയെത്തി. ആ പൈസ അവിടെ വിനിയോഗിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അവിടെ ചർച്ച എന്ന് കേട്ടപ്പോൾ ഞാൻ അല്ലലിയ സ്തോത്രം ആ സഹോദരൻ അയച്ചു കൊടുത്തു. അല്ലലിയ അത് അവിടെ വിനിയോഗിപ്പാൻ കൊണ്ടമിടയായി. ഞാൻ പറഞ്ഞു അവന്റെ സാരം കരുതുന്ന കർത്താവിന്റെ കരുതൽ വ്യക്തിപരമായ ഒരുപാട് രീതിയിൽ അനുഭവിച്ചറിഞ്ഞവനാണ്. അല്ലലിയ സ്തോത്രം. അല്ലലിയ അല്ലലിയ അടിയൻ അല്ലലി ഞാൻ സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കരുതൽ വളരെയാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. അല്ലേലൂയ. എവിടെ നമ്മെ അയച്ചാലും നമ്മെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. അല്ലലിയ ആഫ്രിക്കയിൽ നിന്ന് ഞാൻ മടങ്ങി വന്നു. അതുവരെ ഞാൻ പറഞ്ഞല്ലോ തുച്ഛമായ ശമ്പളത്തിൽ അല്ലലി ജോലി ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു ട്രേഡിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ സുഡാനിൽ നിന്ന് മടക്കി വന്നതിന് ശേഷം അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ കർത്താവ് എന്നെ ഉപയോഗിച്ചത് കയറ്റുമതി വിഭാഗത്തിലേക്കാണ്. അല്ലേലൂയ സ്തോത്രം. കയറ്റുമതി വിഭാഗത്തിലേക്ക് എന്നെ അല്ലേലൂയ ദൈവം അല്ലേലൂയ സ്തോത്രം മാറ്റി. അങ്ങനെ കയറ്റുമതി വിഭാഗത്തിൽ അല്ലേലൂയ സ്തോത്രം ഞാൻ ജോലി ചെയ്തുകൊണ്ട് വരവേ എനിക്ക് അല്ലേലൂയ സ്തോത്രം അല്ലേലൂയ അല്ലേലൂയ ആഗ്രഹം, എൻ്റെ താല്പര്യം, എൻ്റെ ആ ഒരു അല്ലേലൂയ ജോലിയോടുള്ള അധമ്യമായ അഭിവാഞ്ച കണ്ടുകൊണ്ട് എൻ്റെ അല്ലേലൂയ അന്നത്തെ മേലുദ്യോഗസ്ഥൻ അല്ലേലൂയ എന്നെ ഒരു ദിവസം ഒരു ഡിന്നർ കഴിക്കുവാൻ വേണ്ടി ദുബൈയിലേക്ക് അയച്ചു. സ്തോത്രം. ഒരു അല്ലെ മാർക്കറ്റിംഗ് മീറ്റിങ്ങിന്റെ ഡിന്നർ കഴിക്കാൻ വേണ്ടി എന്നെ ദുബൈയിലേക്ക് അയച്ചു. അങ്ങനെ ഞാൻ ദുബൈയിൽ ചെല്ലുമ്പോൾ ദുബൈയിൽ ഞാൻ കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കസ്റ്റമറിനെ അവിടെ വെച്ച് ഫോൺ ചെയ്ത് അല്ലലിയ സ്തോത്രം സംസാരിച്ചു. പോയി അല്ലലിയ സ്തോത്രം അല്ലലിയ സംസാരിച്ച അനന്തരം അന്ന് കാണാൻ പറ്റിയില്ല. സംസാരിച്ച അനന്തരം തിരിച്ചു വന്നതിന് ശേഷം ആ മനുഷ്യൻ എനിക്ക് വലിയൊരു അല്ലലിയ ഓർഡർ അയച്ചു തരുവാൻ കൊണ്ടമിടയായി തീർന്നു. അത് എൻ്റെ അല്ലലിയ സ്തോത്രം അല്ലലിയ ജീവിതത്തിന്റെ ഒരു വഴിത്തിരിവായി. അത് അല്ലലിയ സ്തോത്രം ആ ഒരു ദുബൈ യാത്ര അല്ലലിയ സ്തോത്രം മടങ്ങി വന്നതിന്റെ ബിസിനസ് പിടിച്ചതിന്റെ അല്ലലിയ അനുബന്ധമായി എന്നെ പൂർണ്ണമായി മാർക്കറ്റിംഗിലേക്ക് മാറ്റുവാൻ കൊണ്ടമിടയായിരുന്നു. അതുവരെ ഞാൻ സാധാ അല്ലെങ്കിൽ ഒരു കോഓർഡിനേറ്റർ പൊസിഷനിൽ മാത്രം നിന്ന വ്യക്തിയാണ്. അല്ലെങ്കിൽ അതിനുശേഷം ആ സ്ഥാപനത്തിന് വേണ്ടി ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ അവർ എന്നെ അയച്ചു. എൻ്റെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ അധ്വാനം കൊണ്ടോ എൻ്റെ അല്ലെങ്കിൽ പൈസ കൊണ്ടോ അല്ല, അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റിന്റെ പൈസ കൊണ്ട് ലോകത്തിന്റെ 6 ഭൂഖണ്ഡങ്ങളിലും യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവനെ സഹായിച്ചു. ഹല്ലേലൂയ. അനേക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ പോയപ്പോൾ അവിടെ കർത്താവിന്റെ വചനം ശുശ്രൂഷിപ്പാൻ അല്ലെങ്കിൽ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അനേകരുടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. അനേകരോട് സുവിശേഷം പറയുവാൻ ഭാഗ്യം നൽകി. ഇതെല്ലാം ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമായി
ായിരുന്നു. അന്ന് ഞാൻ കൈക്കൊണ്ട തീരുമാനം, എന്റെ ദൈവം എനിക്ക് വേണ്ടി ചെയ്ത ഹല്ലേലൂയ പ്രവൃത്തി ആഗോചരമാണ്, വർണ്ണനാതീതമാണ്. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഇങ്ങനെ എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സാക്ഷ്യം മറ്റെങ്കിലും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. ഈ പ്ലാറ്റ്ഫോമിലാണെന്ന് ഞാൻ ഹല്ലേലൂയ ഒരു സ്തോത്രം ഒരു ഹല്ലേലൂയ പകുതി രൂപമെങ്കിലും വെളിപ്പെടുത്തിയത്. ആമേൻ. ദൈവജനം പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. പത്രോസിന്റെ ജീവിതത്തിൽ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ ഒന്ന്, തന്റെ അമ്മാവിയമ്മയുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ വിടുതലിന്റെ അനുഭവം. ഹല്ലേലൂയ സ്തോത്രം. തന്റെ കാലിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കരുതലിനെ താൻ മനസ്സിലാക്കി. തന്റെ സാമ്പത്തികമായ പ്രതികൂലത്തിന് നടുവിൽ ദൈവത്തിന്റെ കരുതലുകൾ താൻ കാണുക ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവിടെ കൊണ്ടൊന്നും തീരുന്നില്ല പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. പത്രോസ് വീണ്ടും പറയുക, ഹല്ലേലൂയ, പത്രോസിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അനേകമായ കരുതലുകൾ തന്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായി തീർന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോ, ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം 31-ാം വാക്യത്തിലേക്ക് വരുമ്പോ, ഹല്ലേലൂയ, അവിടെ ആമേൻ സ്തോത്രം, യേശു പത്രോസിനോട് പറയുന്നു, ഹല്ലേലൂയ, ശീമോനെ ശീമോനെ, ആമേൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ വാറ്റിക്കളയേണ്ടതിന് എന്നോട് അനുമതി ചോദിച്ചു. ഞാനോ നിങ്ങളുടെ വിശ്വാസം പോയി പോകാതിരിപ്പാ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചു. ശ്രദ്ധിക്കണമേ പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ സ്തോത്രം, ഹല്ലേലൂയ, തകർത്ത് കളയുക, തച്ചുടച്ച് കളയുക, അല്ലെ പത്രോസിനെ എന്നേക്കുമായി ഹല്ലേലൂയ ആമേൻ ഒരു ആമേൻ ഹല്ലേലൂയ സ്തോത്രം ചണ്ടികുമാരമാക്കി മാറ്റുക, ഒരു ഹല്ലേലൂയ സ്തോത്രം പതിരാക്കി മാറ്റുക പിശാച് അനുവാദം ചോദിച്ചു. വിശ്വാസത്തിൽ ഉറയ്ക്കുന്നതിന് മുമ്പ്, ഹല്ലേലൂയ വിശ്വാസ ജീവിതത്തിൽ ഹല്ലേലൂയ ബലപ്പെടുന്നതിന് മുമ്പ്, ആമേൻ തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ ആമേൻ ദൈവ സന്നിധിയിൽ നിന്ന് പറിച്ചു കളയുക പിശാച് അനുവാദം ചോദിച്ച മാത്രയിലും ഹല്ലേലൂയ ദൈവം യേശു ആമേൻ സ്തോത്രം പത്രോസിനോട് പറയുക, പത്രോസേ, ആമേൻ നിന്നെ തകർത്ത് കളയുക, നിങ്ങളെ ഉടച്ചു കളയുവാൻ, പറിച്ചു കളയുക. ഹല്ലേലൂയ. എന്നോട് അനുവാദം ചോദിച്ചുകൊണ്ട് പിശാച് ഹല്ലേലൂയ പിന്നാലെ നടന്നിട്ടും ഞാൻ നിന്നെ വിട്ടുകൊടുത്തില്ല. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവമകനെ, മകളെ, അല്ലെങ്കിൽ നമ്മുടെ ഹല്ലേലൂയ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ പിന്നാലെ പിശാച് അനുവാദം ചോദിച്ചുകൊണ്ട്, ദൈവത്തോട് അനുവാദം ചോദിച്ചുകൊണ്ട്, ഇവനെ ഞാൻ ഹല്ലേലൂയ പരീക്ഷിക്കട്ടെ, ഇവനെ ഞാൻ തകർത്ത് കളയട്ടെ, പാച്ചട്ടെ എന്ന് ചോദിച്ച് പിന്നാലെ നടന്നിട്ട് ആമേൻ നമ്മെ ഏൽപ്പിച്ച് കൊടുക്കാതിരിക്കുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരുതലുണ്ടെന്ന് ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളണമേ. ഹല്ലേലൂയ. ആമേൻ. നാം എല്ലാവരും ഒരുപക്ഷേ ആമേൻ സ്തോത്രം ഹല്ലേലൂയ യോബിനെ പോലെ വിശ്വാസ വീരരായിരിക്കുകയില്ല. എന്നാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലെ ബലഹീനതകളും ന്യൂനതകളും ഊനങ്ങളും അറിയുന്ന ദൈവം ആമേൻ ശീമോനെ പോലെ ഒരുപക്ഷെ ആമേൻ നമ്മെ പാറ്റുവാൻ പിശാച് അനുമതി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ പദ്ധതികളുണ്ടെന്ന്, ദൈവത്തിന്റെ വഴികളുണ്ടെന്ന്, ദൈവത്തിന്റെ കരുതലുകളുണ്ടെന്ന് ഇന്ന് രാത്രി അറിഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ജയം. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്നുണ്ട് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഒരു കാലം ഓരോ നാം ആരും അല്ല രോഗം വരാത്തവരല്ല. ആമേൻ. രോഗത്തിന്റെ അനുഭവങ്ങൾ പല രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകാം. എന്റെ ജീവിതത്തിൽ പലതവണ വന്നിട്ടുണ്ട്. ആമേൻ. ടൈഫോയിഡ് 3 തവണ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. മഞ്ഞപ്പിത്തം 2 തവണ എന്നെ ആക്രമിച്ചിട്ടുണ്ട്. ടൈഫോയിഡ് മഞ്ഞപ്പിത്തം കൂടെ ഒരുമിച്ച് എന്റെ ജീവിതത്തിൽ വന്ന അനുഭവങ്ങൾ ഉണ്ടായി. അവിടെയെല്ലാം നശിച്ചു പോകുമെന്ന്, തകർന്നു പോകുമെന്ന് ഹല്ലേലൂയ സ്തോത്രം ആമേൻ ഹല്ലേലൂയ ത്യാമൻ ചിന്തിച്ച അനുഭവത്തിന്റെ നടുവിലും ഹല്ലേലൂയ കണ്ണിന്റെ കാഴ്ച പോലും വളരെ ഹല്ലേലൂയ കുറഞ്ഞ അനുഭവത്തിൽ ടൈഫോയിഡ് മൂർച്ഛിച്ചാണ് ഞാൻ 3 വർഷം കഴിഞ്ഞ് ഹല്ലേലൂയ വടക്കേരിയിൽ നിന്ന് മടങ്ങി വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ ഒരു സാഹചര്യത്തിലും എന്റെ ദൈവം എന്നെ വിടുവിച്ചു, ശക്തിയോടെ സൂക്ഷിച്ചു, ഇന്ന് വരെ ബലത്തോടെ നിർത്തി. അതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കരുതുന്ന കർത്താവിന്റെ കരുതൽ വളരെ വലുതാണ് പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. ഗോതമ്പ് പാറ്റുന്നത് പോലെ പിശാച് നമ്മെ പാറ്റുവാൻ അനുമതി ചോദിച്ചിട്ടും ദൈവം കൊടുത്തില്ല എങ്കിൽ ഹല്ലേലൂയ അതിന്റെ പിന്നിലും ദൈവത്തിന് നമ്മോടുള്ള കരുതലാണെന്ന് മറന്നു പോകരുത്. ശീമോന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഹല്ലേലൂയ പാറ്റലിന് വേണ്ടി തന്റെ വിശ്വാസം ഉറയ്ക്കുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവിൽ താൻ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് തന്നെ വിട്ടുകൊടുത്തതേ ഇല്ല. അതിനാൽ ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തീർന്നില്ല. പത്രോസ് വെള്ളത്തിന്മേൽ നടക്കുവാൻ ഹല്ലേലൂയ ആവശ്യപ്പെട്ടു. ഹല്ലേലൂയ ഞാൻ അങ്ങനെ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നടന്നു വരുവാൻ ഹല്ലേലൂയ സ്തോത്രം കൽപ്പിക്കണമേ എന്ന് പറഞ്ഞു. നടന്നു വരുവാൻ യേശു പത്രോസിനോട് പറഞ്ഞു. പത്രോസ് വെള്ളത്തിന്മേൽ നടന്നു. അവൻ ഹല്ലേലൂയ സ്തോത്രം തിരമാല കണ്ട് മുങ്ങി തുടങ്ങുമ്പോൾ ഹല്ലേലൂയ ആമേൻ രക്ഷിക്കണമേ എന്ന് വിളിക്കുമ്പോൾ ഹല്ലേലൂയ ആഴിയിൽ നീന്തറിയാവുന്നവനാണ്, എങ്കിലും ആഴിയിൽ മുങ്ങിപ്പോകാതെ അവനെ കരം പിടിച്ചുയർത്തിയ കർത്താവിന്റെ കരുതലിന്റെ കരം അവൻ ഹല്ലേലൂയ അവിടെയും കാണുവാൻ കൊണ്ടമിടയായി തീർന്നു. വേഗത്തിൽ നീട്ടിയ കരം അവനെ പിടിച്ചുയർത്തുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ കർത്താവിന്റെ കരുതൽ എത്ര വലുതാണെന്ന് ആമേൻ ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിക്കണമേ. അവന്റെ കരുതൽ വലുതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കരുതലുകൾ കരുതിയത് ആമേൻ ദൈവം ഇസ്രായേൽ ജനത്തിന് വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. നോഹ കുടുംബത്തിന് വേണ്ടിയിട്ടാണ്. അത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 7-8 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ നോഹയ്ക്കും കുടുംബത്തിനും വേണ്ടി ദൈവം കരുതിയ കരുതലുകൾ നാം മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ലെങ്കിൽ 1 വർഷക്കാലം ആമേൻ പെട്ടകത്തിനകത്ത് ഹല്ലേലൂയ കഴിയുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ആമേൻ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ നിശ്ചിതമായ അളവിൽ ഉണ്ടാക്കിയ ആമേൻ
ഈ പെട്ടകത്തിന്റെ അകത്തളത്തിൽ അല്ലെങ്കിൽ 40 രാവും 40 പകലും മാത്രം മഴ പെയ്യുമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ദൈവം അവരെ അകത്തു കയറ്റിയപ്പോ അവർക്ക് വേണ്ടി കരുതിയ പ്രൊവിഷൻസ് നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. അവർക്ക് ഭക്ഷിപ്പാൻ വേണ്ടി അല്ലെങ്കിൽ 2 മാസത്തേക്കോ 3 മാസത്തേക്കോ 4 മാസത്തേക്കോ ഉള്ള ധാന്യങ്ങളോ അല്ലെങ്കിൽ വെള്ളമോ അതുപോലുള്ളതേ അതിൽ കയറ്റി കാണുകയുള്ളൂ. എന്നാൽ നീണ്ട ഒരു വർഷക്കാലം പെട്ടകം വെള്ളത്തിൽ പൊങ്ങിക്കിടന്നു. ആ ഒരു വർഷക്കാലം അവരുടെ വിശപ്പും ദാഹവും അവരോടൊപ്പം കയറിയ മൃഗജാലങ്ങളുടെ അല്ലെങ്കിൽ വിശപ്പും ദാഹവും എല്ലാം ദൈവം നിയന്ത്രിച്ചു. അവർക്ക് വേണ്ടി കരുതി. അവർക്ക് വിശന്ന് കാണും, അവർ ഭക്ഷിച്ചു കാണും, അവർ എന്തെല്ലാം ചെയ്യണമോ അതെല്ലാം ആ പെട്ടകത്തിനുള്ളിൽ ചെയ്തു. എന്നാൽ ഈ ഒരു വർഷക്കാലം അവർക്ക് ഒരു കുറവും വരാതെ ക്ഷേമത്തോടെ പരിപാലിച്ച പരിപാലനത്തിന്റെ കരം, ആ കരുതലിന്റെ കരം നാം ഒന്ന് അറിഞ്ഞു നോക്കിയാട്ടെ, മനസ്സിലാക്കി നോക്കിയാട്ടെ. അല്ലെങ്കിൽ നീണ്ട ഒരു വർഷക്കാലം പെട്ടകത്തിനുള്ളിൽ അവരായിരുന്നു. പെട്ടകത്തിൽ നിന്ന് പുറത്തു വന്ന ശേഷം വിത നടത്തി സ്തോത്ര പ്ലാന്റുകൾ നട്ടു, മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, ഇതെല്ലാം ചെയ്തു. അതിനെല്ലാം ഉള്ള പ്രൊവിഷൻസ് അതിന്റെ അകത്ത് ദൈവം കരുതി വെച്ചിരുന്നെങ്കിൽ ആ ദൈവത്തിന്റെ കരുതൽ എത്ര വലുതാണ്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇസ്രായേൽ ജനം സ്തോത്രം മരുഭൂമിയിൽ ചുറ്റി നീണ്ട സംവത്സരങ്ങൾ നാട്ടിലെത്തുവാൻ വേണ്ടി ചുറ്റി സഞ്ചരിച്ചപ്പോ ചെരുപ്പ് തേയാതെ സൂക്ഷിച്ചവനല്ലേ ദൈവം. കുഞ്ഞുങ്ങളുടെ പോലും വലിയവരുടെ പോലും വസ്ത്രം ജീർണിച്ചില്ല, ചെരുപ്പ് തേഞ്ഞില്ല. അതിന്റെ അർത്ഥം എന്താ? സ്തോത്രം. കാൽ വളർന്നപ്പോൾ കൂടെ ചെരുപ്പും വളർന്നില്ലേ? ശരീരം പുഷ്ടിപ്പെട്ടപ്പോൾ കൂടെ ഡ്രസ്സും പുഷ്ടി വളർന്നു വന്നില്ലേ? ദൈവത്തിനൊന്നും അസാധ്യമല്ല. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അതീതമാണ് ദൈവത്തിന്റെ കരുതൽ. സ്തോത്രം. കാടപ്പക്ഷിയെ വിളിച്ചു വരുത്തിയവൻ, സ്തോത്രം. ലിവ്യാഥാന്റെ തലയെ തകർത്തവൻ, മരുവാസികളാ ജനത്തിന് ആഹാരമായി കൊടുത്തവൻ, അവന്റെ കരുതൽ എത്ര വലുതാണെന്ന് നാം ചിന്തിച്ചാൽ മനസ്സിലാക്കുന്നതിനും അപ്പുറമാണ് പ്രിയമുള്ളവരെ. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ മഹത്വം കരയറ്റുകയാണ്. സ്തോത്രം. ഇത്ര നല്ലവനായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പത്രോസിനു വേണ്ടി കരുതി ഇസ്രായേൽ ജനത്തിന് വേണ്ടി കരുതി, നോഹയ്ക്കും കുടുംബത്തിന് വേണ്ടി കരുതി. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേണ്ടി കരുതിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ കരുതലുകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം ഒന്ന് ഉണരണം, വളരണം. വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ വേണ്ടി ഒരുപക്ഷെ ദൈവം നൽകി തന്ന ഒരു അവസരമായിരിക്കും. സ്തോത്രം. അത് നാം കൃത്യമായിട്ട് ഉപയോഗിച്ചാട്ടെ. വിശ്വാസത്തിൽ വളരുവാനും ഏൽപ്പിച്ചു കൊടുക്കുമോ? ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി കരുതലിന്റെ കരം കുറുതായി പോയിട്ടില്ല. മോശയോട് ദൈവം ചോദിച്ചു, എന്റെ കരം കുറുതായി പോയോ മോശേ? മോശ അവിശ്വസിച്ചു. സ്തോത്രം. ഇത്ര പേർക്ക് എങ്ങനെ ഇറച്ചി കൊടുക്കും? എന്നാൽ ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. അവന്റെ കരുതലുകൾ വളരെ വലുതാണ്. നാം ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അപ്പുറമാണ് എൻ്റെ ദൈവത്തിന്റെ കരുതലെന്ന് ഇന്ന് രാത്രി നാം മനസ്സിലാക്കണമേ. അവന്റെ കരുതലുകൾ വലുതാണ്. സ്തോത്രം. തീർന്നില്ല. പത്രോസിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ സ്തോത്രം. കർത്താവിന്റെ മരണാനന്തര ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം സ്തോത്രം മീൻ പിടിപ്പാൻ പോയി. പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയി. സ്തോത്രം. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. സ്തോത്രം. ഒന്നും കിട്ടിയില്ല. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോ സ്തോത്രം. യേശു സ്തോത്രം അവന് വേണ്ടി പ്രാതൽ രാവിലെ ഒരുക്കി. സ്തോത്രം. അത് കാണുവാനായി സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ശാരീരികമായ അവസ്ഥകൾ വരെ ദൈവം അറിയുന്നു. സ്തോത്രം. മരുഭൂമിയിൽ ആയിരുന്ന ജനം 3 നാൾ കർത്താവിനോടൊപ്പമായിരുന്നു. സ്തോത്രം. 3 നാൾ കർത്താവിനോടൊപ്പം ഇരുന്ന് കർത്താവിന്റെ വചനം കേട്ട ദൈവജനം പുരുഷാരം മടങ്ങി പോകാനായിട്ട് പറയുമ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുക്കണം. കാരണം ഈ ജനം 3 നാളായി നമ്മോട് കൂടെ പാർക്കുന്നു. അവരെ ഇങ്ങനെ വിട്ടാൽ അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. അതുകൊണ്ട് നിങ്ങൾ അവർക്ക് ഭക്ഷണം കൊടുത്ത് മടക്കണം. നമ്മുടെ പ്രകൃതി കൂടെ അറിയുന്ന ദൈവം നമ്മുടെ ശരീരത്തിന് വേണ്ടിയും കരുതുന്നവനാണ്. ഭക്ഷിപ്പാൻ ആഹാരം, ധരിപ്പാൻ വസ്ത്രം, പാർപ്പാൻ പാർപ്പിടം ഒക്കെ സമയങ്ങളിൽ ദൈവം നമുക്ക് എത്തിച്ചു തരുന്നുവെങ്കിൽ അത് ദൈവത്തിന്റെ കരുതലിന്റെ ഭാഗമാണെന്ന് ഇന്ന് രാത്രി മനസ്സിലാക്കുവാൻ കഴിയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. വിഷണ്ണ മനസ്സോടെ നിൽക്കുമ്പോൾ യേശു അവന്റെ ിലേക്ക് അടുത്ത് വന്നിട്ട് പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശാൻ പറഞ്ഞു. അവൻ രാത്രി മുഴുവൻ അധ്വാനിച്ച ക്ഷീണമുണ്ടായിട്ടും വല വീശിയ വലയിൽ നിറയെ മീൻ കിട്ടുവാനിടയായി തീർന്നു. മീനിൽ നിന്നും എടുക്കാതെ സ്തോത്രം തന്നെ വലിച്ചു കയറ്റി വളരെ സ്തോത്രം ലബോറിയസ് ആയി വളരെ അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് 153 വലിയ മീൻ പിടിച്ച വലയുമായി കരയിലെത്തിയ പത്രോസിനു വേണ്ടി കർത്താവ് സ്വർഗീയ പ്രാതൽ അവിടെ ഒരുക്കി വെച്ചു. അവന്റെ ശരീരത്തിന്റെ പ്രകൃതി അറിഞ്ഞ് അവന് വേണ്ടി ഹല്ലേലൂയ ദൈവം സ്വർഗീയ ഭോജ്യം അവിടെ ഒരുക്കിയെങ്കിൽ അവൻ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അവൻ കരുതാതിരിക്കുമോ? കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്ക് അതിന്റെ ആഹാരം കൊടുക്കുവാൻ
അറിയുന്നവൻ ഏകാഗ്രചിത്തരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ദൈവത്തിന്റെ കണ്ണുകൾ ഭൂമിയിലൊക്കെ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. അവൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി അവന്റെ കണ്ണുകൾ ഊടാടി സഞ്ചരിക്കുന്നുണ്ട്. കരുതുന്ന കർത്താവിന്റെ ഹല്ലേലൂയ കരം ഇന്ന് രാത്രി ഒന്ന് അനുഭവിച്ചറിയുവാൻ ഏൽപ്പിച്ചു കൊടുക്കുമോ? ഹല്ലേലൂയ. എന്റെ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ഈ യേശു, ഈ ദൈവം എത്ര നല്ലവനാ. അവനെ രുചിച്ചറിയുവാനിടയായി തീർന്നത് നമ്മുടെ ഭാഗ്യമാണ്. ഹല്ലേലൂയ, അത് നമ്മുടെ ഭാഗ്യമാണ്. ആ ഭാഗ്യ പദവിയിൽ നിന്നുകൊണ്ട് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തയ്യാറാകുമോ? ഹല്ലേലൂയ, സ്തോത്രം. ആമേ. സമയം വേഗത്തിൽ അവസാനിക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. ഒരു കാര്യം കൂടെ പറഞ്ഞ ഞാൻ എന്റെ ഹല്ലേലൂയ ശുശ്രൂഷ അവസാനിപ്പിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏറ്റവും ഹല്ലേലൂയ വിഷമകരമായ ഒരു പ്രതിസന്ധി കൂടെ പത്രോസ് അഭിമുഖീകരിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 12:1. അവിടെ ഹല്ലേലൂയ പത്രോസിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ആമേ. ഹല്ലേലൂയ ഹെരോദാവിന്റെ വാളിന് മുമ്പിൽ ഹല്ലേലൂയ സ്തോത്രം തന്റെ ഹല്ലേലൂയ തല ആമേ ഛേദിക്കപ്പെടുമെന്ന ഹല്ലേലൂയ ആമേ സ്തോത്രം ഭയം ആമേ തനിക്ക് ഉണ്ടായോ എന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ ഒരുപക്ഷെ ഹല്ലേലൂയ സ്തോത്രം ഇല്ല എന്നായിരിക്കും എന്റെ മറുപടി. ഹല്ലേലൂയ. കാരണം ആമേൻ ഹല്ലേലൂയ പേടിയുള്ളവൻ ഹല്ലേലൂയ കിടന്നുറങ്ങത്തില്ല. അവൻ ഹല്ലേലൂയ സ്തോത്രം അവിടെ ആമേൻ കിടന്നുറങ്ങിയെന്നാണ് ഹല്ലേലൂയ ആമേൻ വചനം പഠിപ്പിക്കുന്നത്. ആമേ സ്തോത്രം. 4 ചെവകളുള്ള 4 കൂട്ടത്തിന്റെ നടുവിൽ ഹല്ലേലൂയ കരകാലിക ചരണങ്ങൾ ബന്ധിക്കപ്പെട്ടവനായി ഹല്ലേലൂയ രാത്രിയിൽ അവൻ കിടന്നുറങ്ങുകയാണ്. ആമേ സ്തോത്രം. നാളത്തെ സുപ്രഭാതം ഹല്ലേലൂയ തന്റെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ശിരസിൽ ഖഡ്ഗം വീഴുമോ എന്ന് തനിക്കറിയില്ല. എന്നാൽ ഹല്ലേലൂയ അവൻ സമാധാനത്തോടെ കിടന്നുറങ്ങി. നോക്കണമേ പ്രിയമുള്ളവരെ, അവിടെയും കർത്താവിന്റെ കരുതൽ അവൻ കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഹെരോദാവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ഇസ്രായേൽ ഹല്ലേലൂയ യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ആമേൻ രാത്രിക്ക് രാത്രി ദൈവത്തിന്റെ ദൂതനെ അയച്ച ഹല്ലേലൂയ കാരാഗ്രഹത്തിന്റെ എല്ലാ ചങ്ങലകളും പൊട്ടിച്ച് ആമേൻ വാതിലുകളെ തുറന്ന് ആമേൻ കാരാഗ്രഹത്തിന്റെ ഹല്ലേലൂയ സകല ചങ്ങലകളും ഹല്ലേലൂയ അവന്റെ മേലുള്ള ചങ്ങലകളും ആമേൻ 4 ചേവകരുടെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ ഉറക്കം ഹല്ലേലൂയ ആമേൻ കൊടുത്ത് ആമേൻ ഹല്ലേലൂയ അവന്റെ ഹല്ലേലൂയ ചലനങ്ങൾ ആരും അറിയാതെ കാരാഗ്രഹത്തിൽ അവനെ പുറത്തു കൊണ്ടുവന്നു. ആമേ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ജനത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തി. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ. ആമേൻ മുന്നിൽ മരണം സംഭവിക്കാമെന്ന് ചിന്തിച്ച മാത്രയിലും അവൻ മരണത്തിന് വിട്ടുകൊടുക്കാതെ കർത്താവിന്റെ കരുതലിന്റെ കരം കണ്ടവനാണ് പത്രോസ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് അറിയാതെ, കർത്താവ് അനുവദിക്കാതെ, കർത്താവ് അനുവദിച്ച സമയം തീരാതെ ഹല്ലേലൂയ പ്രാണന്റെ മേൽ ഹല്ലേലൂയ പ്രാണന്റെ മേൽ ഹല്ലേലൂയ ശത്രു തൊടുവാൻ ഹല്ലേലൂയ രാമേ സ്തോത്രം ഹല്ലേലൂയ അനുവദിക്കുകയില്ല എന്ന് രാത്രി നാം വിശ്വസിച്ചാട്ടെ. ആമേൻ. പത്രോസ് സമാധാനത്തോടെ കിടന്നിറങ്ങുവാൻ കാരണമുണ്ട്. തന്നോട് പറഞ്ഞ ദൈവത്തിന്റെ വാഗ്ദത്തമുണ്ട്. ആ വാഗ്ദത്തം നിറവേറുമെന്ന് പത്രോസിന് അറിയാം. ഹല്ലേലൂയ. യേശു പറഞ്ഞ ആമേന്റെ വാഗ്ദത്തം നീ വയസ്സനായ ശേഷം ഹല്ലേലൂയ ആമേൻ നിനക്ക് സംഭവിക്കുവാൻ സംഭവിക്കും. മറ്റൊരാൾ നിന്നെ ഹല്ലേലൂയ കൊണ്ടുപോകുമെന്നോ നിന്നെ കൈബന്ധിക്കുമെന്നോ ഹല്ലേലൂയ പറഞ്ഞെങ്കിൽ വയസ്സാകാത്ത പത്രോസ്, അത്രത്തോളം വയസ്സാകാത്ത പത്രോസ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവൻ അറിയാം എന്നോട് പറഞ്ഞ ഗുരുനാഥൻ ഹല്ലേലൂയ വയസ്സനായ ശേഷമേ ഞാൻ മരണപ്പെടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ വാഗ്ദത്തമുള്ളപ്പോ ഒരു ഹെരോദ രാജാവിന്റെ ഹല്ലേലൂയ വാളിനും എന്റെ ശിരസിനെ മുറിപ്പാൻ പറ്റുകയില്ലെന്ന് അവൻ വിശ്വസിച്ചതുകൊണ്ട് രാത്രിയിൽ സമാധാനത്തോടെ കിടന്നുറങ്ങി. ആ രാത്രിയിൽ അവന്റെ മേൽ ഹല്ലേലൂയ ദൈവത്തിന്റെ ദൂതന്റെ കരം തൊട്ടു. ആമേൻ. അവനെ പുറത്തു കൊണ്ടുവന്നു. ഹല്ലേലൂയ ഹെരോദാവിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും ആമേൻ മരണത്തിന്റെ മൃത്യുവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഈ പത്രോസിന് സധൈര്യം പറയാം, അവൻ നിങ്ങൾക്കായി കരുതുന്നതാണ്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങൾ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഇന്ന് രാത്രികാലം ഏതെങ്കിലും ചിന്താകുലത്താൽ ഭാരപ്പെടുന്നവരായി ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ മഹത്വം കൊടുത്തുകൊണ്ട് കർത്താവിൽ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിച്ചേ. അവൻ അത്ഭുതം ചെയ്യും. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്. നമ്മുടെ എന്തുമായിക്കൊള്ളട്ടെ, അത് ശാരീരികമോ ഹല്ലേലൂയ ഭൗതികമോ ആത്മീയമോ ഹല്ലേലൂയ എന്തുമായിക്കൊള്ളട്ടെ, അതിന്റെ നടുവിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവനായ ഒരു കർത്താവാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരാ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നമ്മിൽ ചെയ്യുവാൻ ഹല്ലേലൂയ തന്റെ ശക്തിയാൽ വ്യാപരിക്കുന്ന കർത്താവിന് മുഴുവൻ കൊടുക്കുവാൻ തയ്യാറാകുമോ? ഇന്ന് രാത്രി ദൈവം നമ്മുടെ വിഷയത്തിന് മേൽ പ്രവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരത്തെ ദൈവം തൊടുവാൻ ആഗ്രഹിക്കുന്നു. പത്രോസിന്റെ അമ്മാവിയമ്മയുടെ കണ്ണിന്റെ ജ്വരത്തെ ശാസിച്ച് സൗഖ്യം കൊടുത്ത യേശു ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം
ദൈവമക്കളെ, ഈ സൂം മീറ്റിംഗിൽ, ഈ സൂം പ്ലാറ്റ്ഫോമിൽ ഹല്ലേലൂയ ഇടപെടലുകളായിരുന്നു കൊണ്ട് ഈ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ സ്പീക്കറിലൂടെ കേൾക്കുന്ന ശബ്ദ ഹല്ലേലൂയ വീഴ്ചകൾ നിങ്ങളുടെ കർണപ്പുടങ്ങളിൽ ആഞ്ഞടിക്കുമ്പോൾ അതിന് നടുവിൽ ദൈവത്തിന്റെ ശക്തിയേറിയ കരം അവിടെ ചലിക്കും. അവിടെ ദൈവപ്രവൃത്തിയായി വെളിപ്പെടും. അത്ഭുത രോഗശാന്തി, അത്ഭുത രോഗസൗഖ്യ ശരീരങ്ങൾ വെളിപ്പെടുവാൻ ഇന്ന് രാത്രി ഇടയാകുമാറാകട്ടെ. ഹല്ലേലൂയ. സാമ്പത്തികമായി ഭാരപ്പെടുന്നവരാണോ? അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങളുടെ മുഖത്ത് കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയും. എന്റെ സാക്ഷ്യത്തിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. ദൈവം കരുതിയ വിധങ്ങളെ ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ പത്രോസിന് വേണ്ടി കരുതിയ വിധങ്ങളെ പറഞ്ഞു. ആമേൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിന്റെ സംഘാടകനായിരിക്കുന്ന ജോസ് ജി പാസ്റ്ററുടെ ഹല്ലേലൂയ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ ഇതുപോലെയുള്ളതുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അതെല്ലാം തന്നെ ദൈവം തന്റെ നാമമഹത്വത്തിന് വേണ്ടി തന്റെ ദാസന്മാരിലൂടെ ചെയ്യുന്ന അത്ഭുതത്തിന്റെ കരമാണെന്ന്, അത്ഭുതത്തിന്റെ പ്രവൃത്തികളാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കൂ ദൈവജനമേ. വിശ്വസിക്കുന്നവരിലൂടെ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം അത് ചലിക്കും. അവിടെവിടങ്ങളായ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത പ്രവൃത്തികൾ വെളിപ്പെട്ടു വരും. ഇന്ന് രാത്രി ദൈവത്തോട് ഹല്ലേലൂയ നമുക്ക് എങ്ങനെയാണ് പ്രതിബദ്ധി? ദൈവത്തോടുള്ള വിശ്വാസം നമുക്ക് എങ്ങനെയാണ്? നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ നമ്മുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തക്ക യോഗ്യമാണോ? അതോ സംശയത്താൽ നമ്മുടെ ഹൃദയം നിറയപ്പെട്ടുവോ? അല്ലെങ്കിൽ സംശയത്താൽ നമ്മുടെ ഹൃദയം വജ്രംഭിച്ചിരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ ആ സംശയങ്ങളുടെ വിചാരങ്ങളെ മാറ്റിവെക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു കാര്യവും അസാധ്യമല്ല. ചെറിയ തോതിലും വലിയ തോതിലും അവനെ പ്രവർത്തിപ്പാൻ കഴിയും. നിസ്സാരമെന്ന് തോന്നുന്നത് പോലും നിസ്സാരമല്ലെന്ന് അല്ലെങ്കിൽ നാം മനസ്സിലാക്കണമേ. ദൈവം പറയുന്ന ആലോചനയ്ക്കൊത്തവണ്ണം, ദൈവം പറയുന്ന അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ ബുദ്ധിക്കൊത്തവണ്ണം നാം മുന്നേറുവാനായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ചിലപ്പോൾ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശബ്ദം നാം കേൾക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കത് വളരെ അല്ലെങ്കിൽ സ്തോത്രം ഇറിലവന്റ് ആയി തോന്നാം. അങ്ങനെ ഒന്നും സംഭവിക്കില്ല, അങ്ങനെ ആകാൻ വഴിയില്ല, അങ്ങനെ വരില്ല എന്ന് ചിന്തിക്കുവാനിടയായി തീരും. എന്നാൽ അവിടെയും ശ്രദ്ധിക്കുക, അത് ദൈവശബ്ദമാണെങ്കിൽ ഹല്ലേലൂയ നാം ചിന്തിക്കുന്നത് പോലെ അല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നമ്മുടെ ചിന്താഗതികൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും അപ്പുറമായി ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകും. ഹല്ലേലൂയ. ഒന്നും കൂടെ പറയട്ടെ, പത്രോസിൽ പ്രവർത്തിച്ചതുപോലെ ആയിരിക്കില്ല ഹല്ലേലൂയ മറ്റു ശിഷ്യന്മാരിൽ പ്രവർത്തിക്കുന്നത്. എന്നിൽ പ്രവർത്തിച്ചതുപോലെ ആയിരിക്കില്ല മറ്റു ദേവദാസന്മാരിലൂടെ ദൈവമക്കളിലൂടെ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന് ഓരോരുത്തരിലും ഓരോ വഴികൾ, ഓരോ അല്ലെങ്കിൽ ക്രമീകരണങ്ങളുണ്ട്. അവൻ ഏത് രീതിയിൽ എവിടെ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തമ്പുരാന് കൃത്യമായ രേഖയുണ്ട്, പ്ലാനുണ്ട്. അത് മനുഷ്യർക്ക് അല്ലെങ്കിൽ അറിയത്തില്ല. അല്ലെങ്കിൽ ആകയാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചുകൂട്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതോ, ജീവന് വേണ്ടുന്നതോ, അല്ലെങ്കിൽ ഭക്തിക്ക് വേണ്ടുന്നതോ, അല്ലെങ്കിൽ സ്തോത്രം ഉപജീവനത്തിന് വേണ്ടുന്നതോ എന്ത് തന്നെ ആയിരുന്നാലും കരുതുവാൻ ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇസ്രായേൽ ജനത്തിന് വേണ്ടി ഒരു കരുതൽ നമ്മൾ കണ്ടുവല്ലോ. നോഹയ്ക്കും കൂട്ടർക്കും വേണ്ടി കരുതിയ ഒരു കരുതൽ നമ്മൾ കണ്ടുവല്ലോ. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി കരുതലുകൾ നമ്മുടെ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ ചിന്തകളിലില്ലേ? നമ്മുടെ ഓരോരുത്തരുടെയും ഓർമ്മകളിലില്ലേ? നമുക്ക് വേണ്ടി ചെയ്ത കർത്താവ് ചെയ്ത ഹല്ലേലൂയ അത്ഭുതങ്ങൾ, കരുതിയ കരുതലുകൾ, നടത്തിയ വഴികൾ ഒന്ന് ഓർത്തു നോക്ക്. ഓർത്താൽ ഹല്ലേലൂയ എന്ന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല, എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ആകയാൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ സ്തോത്രം. പത്രോസ് പറഞ്ഞതുപോലെ അവൻ നിങ്ങൾക്കായി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്ക് ഏവർക്കും വേണ്ടി കരുതുന്നതാകയാൽ നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേലേക്ക് ഇട്ടുകൊള്ളുകാൻ, അവന്റെ മേലേക്ക് ഇട്ടുകൊള്ളുവേൻ. ഹല്ലേലൂയ. അവൻ നമ്മെ നടത്തും, അവൻ നമ്മെ നയിക്കും, അവൻ നമ്മെ പുലർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഇങ്ങനെ മീറ്റിങ്ങിനായി ക്ഷണിച്ച പ്രിയ കർത്തദാസനോട്, ജോസ് ജി പാസ്റ്ററോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ദൈവം ധാരാളമായി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വചനം കേട്ടെ എല്ലാവരും ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഹല്ലേലൂയ ധാരാളമായി വരട്ടെ എന്ന് ഒരിക്കൽ കൂടെ ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിൽ ഐശ്വര്യമായ ദൈവത്തിന്റെ വചനം നമുക്ക് ശ്രദ്ധിപ്പാനിടയായി. സാധാരണ ജീവിതത്തിൽ നാം ഭാരപ്പെടുന്ന അനേക വിഷയങ്ങളുണ്ട്. അതൊന്ന് ശാരീരികമായ വിഷയമാണ്. പത്രോസിൻ്റെ അമ്മായിയമ്മയ്ക്ക് കർത്താവ് സൗഖ്യം കൊടുത്തു. 2 സാമ്പത്തിക വിഷയമാണ്. കരം കൊടുക്കാൻ കാശില്ലാതിരുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്തു. 3 കുടുംബപരമായും സഭാപരമായിട്ടൊക്കെ വലിയ വിഷയങ്ങൾ എങ്ങനെ പുലരും എന്ന് ഭാരപ്പെടാറുണ്ട്. പക്ഷേ നോഹയുടെ കുടുംബത്തെ പരിപാലിച്ച ദൈവം, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ മന്ന നൽകിയ ദൈവം കരുതുന്ന ദൈവമാണെന്ന് കൽപ്പാനിടയായി. ഏറ്റവും ഒടുവിൽ പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചു. ഓരോതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാതെ കർത്താവ് ആയുസ്സോടെ പുറത്തു കൊണ്ടുവന്ന് ശുശ്രൂഷ നിർവഹിച്ച ദൈവമാണ്. ഇന്ന് രാത്രി നമ്മെ തന്നെ സമർപ്പിക്കുക. അപ്പോൾ തന്നെ തൻ്റെ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വഴികൾ, സാമ്പത്തിക മണ്ഡലത്തിലുള്ള വിശ്വസ്തതകൾ, ദൈവത്തിന് വേണ്ടി നിന്നപ്പോൾ ദൈവം തന്നെ മാനിക്കാൻ, തൻ്റെ കുടുംബത്തെ ആദരിക്കാൻ ദൈവം സഹായിച്ചു. നമുക്ക് വിശ്വസ്തതയുള്ളവരായി മാറാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. കർത്താവിൻ്റെ ദാസൻ PI മാത്യു പാസ്റ്റർ
ആമേൻ. പ്രാർത്ഥിച്ച ആശീർവാദം പറയാമോ? പ്രൈസ് ദി ലോർഡ്. അവൻ ആമേൻ. നിങ്ങൾക്കായി കർത്താവെ കരുതുന്നതാകയാൽ. സ്തുതിക്കുന്നു ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഹല്ലേലൂയ. രാത്രിയിൽ ഞങ്ങൾ തിരുനാമത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവെ നിന്നെ ഒന്ന് മഹത്വപ്പെടുത്തുവാൻ, സ്തുതിക്കുവാൻ അവിടുന്ന് സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ കൃത്യങ്ങൾ കൂടെ ഇന്ന് രാത്രി ഞങ്ങളെ കേൾപ്പിച്ച വളരെ വിലയേറിയ ആമേൻ അനുഗ്രഹിക്കപ്പെട്ട ആലോചനയ്ക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. കർത്താവ് സൂം പ്ലാറ്റ്ഫോമിലൂടെ വചനം കേട്ട അനേക പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി എന്റെ കർത്താവിന്റെ രാത്രിയിൽ വലിയവ കരുതിയിരിക്കുന്നതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ ദൈവം ആമേൻ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്, തന്റെ ദാസന്മാർക്ക് വേണ്ടി കരുതുന്നവനാണ്. അവരുടെ രോഗത്തിന്, അവരുടെ ഭാരത്തിന്, അവരുടെ കടത്തിന്, അവരുടെ വിഷമ എല്ലാ പ്രതിസന്ധികളിലും നിന്റെ അത്ഭുതത്തിന്റെ കരമുണ്ടെന്ന് കർത്താവെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. വചനം പ്രഘോഷിച്ച് അങ്ങയുടെ ദാസനെ നടത്തിയ വഴികളെ ഞങ്ങളെ ഓർപ്പിച്ചല്ലോ. ഞങ്ങളുടെ ദാസന് കാല് വെച്ച എല്ലാ പാതകളിലും ദൈവത്തിന്റെ മഹത്വവും വിശ്വസ്തനും ഒരുപ്പാനിടയാക്കിയതിന് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ ഇന്ന് രാത്രി ജോസ് പാഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ ദാസന്റെ കുടുംബത്തിനായി സ്തോത്രം. തന്നിൽ കൂടെ ചെയ്യിക്കുന്ന എല്ലാ അനുഗ്രഹിക ആത്മീയ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. ഇന്ന് രാത്രി കർത്താവെ ആരെങ്കിലും ഭാരത്തോടോ വേദനയോടോ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല കർത്താവ് തന്റെ മക്കളെ ആമേൻ അവിടുന്ന് കരുതിയിരിക്കാൻ, അവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരുമിച്ച് സമർപ്പിക്കട്ടെ. നിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഇപ്പോൾ ഞങ്ങൾ താൽക്കാലികമായി പിരിയുന്നെങ്കിലും ഇനിയും ഞങ്ങൾ തമ്മിൽ കാണുന്നവരെയും അവിടുത്തെ മഹത്വവും വിശ്വസിൽ ഞങ്ങളെ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു യേശു പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായി പ്രാർത്ഥിച്ച വിഷയങ്ങളുടെ മേലും സൂം പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ ജനത്തിന്റെ മേലും എപ്പോഴും എന്നേക്കും ഇരിക്കപ്പെടുമാറാകട്ടെ.